ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്ക് മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. ഇന്ന് ശനിയാഴ്ച ദിവസം സെക്കൻഡ് സാറ്റർഡേ ആണ്. അപ്പോൾ കുറേയേറെ പേർക്ക് അവധി ദിവസമാണ്. അപ്പോൾ എന്താണെങ്കിലും രാവിലെ നല്ലൊരു ദിവസം നേരുകയാണ് രണ്ടുപേർക്കും, എല്ലാ ആളുകൾക്കും, സെക്കൻഡ് സാറ്റർഡേ ആസ്വദിക്കുന്ന എല്ലാവർക്കും. അപ്പോൾ രാവിലെ പക്ഷേ അത്ര സുഖകരമായിട്ടുള്ള വാർത്തയല്ല ആദ്യമേ എത്തിയത്. ഒരു വലിയ ദുരന്തത്തിൻ്റെ വാർത്ത നമുക്ക് കേൾക്കേണ്ടി വരുന്നു. അത് എറണാകുളത്ത് അങ്കമാലിയിൽ നിന്നാണ്. അങ്കമാലിയിൽ ഒരു വീട്ടിലെ 4 പേർക്ക് തീ പിടിച്ച് ദാരുണാന്ത്യമുണ്ടായി എന്നുള്ള വാർത്ത വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ആദ്യം എത്താം. അതിന് രൂപീകരണം സംബന്ധിച്ച് ചർച്ചകൾ അത് പുരോഗമിക്കുകയാണ്. ഇന്നലെ നമ്മൾ കണ്ടു NDAയുടെ പാർലമെന്ററി പാർട്ടി യോഗം. വളരെ സുദീർഘമായി പ്രധാനമന്ത്രി സംസാരിക്കുകയോ ചെയ്തിരുന്നു. അപ്പോൾ ആ വകുപ്പ് വിഭജനം സംബന്ധിച്ചുള്ള നൂലാമാല അത് NDA അലട്ടുന്നവർ ഇപ്പോഴും അല്പം ആവശ്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ്. TDPയും അപ്പം JDUവും. അപ്പോൾ അതിലേക്കൊക്കെ വിശദമായി എത്തുമ്പോൾ രാകേഷ് അതിന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ച അങ്കമാലിയിലെ വാർത്തയിലേക്ക് പോകാൻ തോന്നുന്നു. അങ്കമാലിയിൽ വീടിന് തീ പിടിച്ച് 4 പേർ വെന്ത് മരിച്ചു. അച്ഛനും അമ്മയും 2 മക്കളുമാണ് മരിച്ചത്. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷേ അതിനുമപ്പുറം 4 പേർ അതിദാരുണമായി മരിക്കുന്ന സംഭവമാണ് രാവിലെ അങ്കമാലിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. കുടുംബത്തിലെ അമ്മ, അച്ഛൻ, 2 മക്കൾ, 4 പേർക്ക് ദാരുണാന്ത്യം സംഭവിച്ചു എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് രാവിലെ അങ്ങനെ ഒരു അപകടമുണ്ടായതായി കൊച്ചിയിൽ നിന്നും വാർത്ത വരുന്നു. നവമി ദിനേശ് അതിൻ്റെ വിവരങ്ങൾ പങ്കുവയ്ക്കും. ബിനീഷ്, ഭാര്യ അനു എന്നിവരാണ് മരിച്ചത് എന്നാണ് നവമി റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ, വിശദാംശങ്ങളൊക്കെ ലഭ്യമാകേണ്ടതുണ്ട്. അതൊരു അപകട മരണം ആണോ, എങ്ങനെയാണ് തീപിടുത്തമുണ്ടായത്, ഇതൊക്കെ വരും സമയങ്ങളിൽ മാത്രമേ അതിലൊരു വ്യക്തത കൈവരികയുള്ളൂ. എന്താണെങ്കിലും ദുരന്ത വാർത്തയാണ് രാവിലെ തന്നെ എത്തിയത് ഈ ശനിയാഴ്ച ദിവസത്തിൽ എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം. അപകടം, ഒരു തീപിടുത്തത്തിലൂടെ 4 പേർക്ക് മരണം സംഭവിക്കേണ്ടി വന്നു. ഒരു കുടുംബത്തിലെ 4 പേർ വെന്ത് മരിക്കുന്ന അതിദാരുണമായിട്ടുള്ള സാഹചര്യമാണ് അങ്കമാലിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലുള്ള വാർത്ത ആദ്യം പുറത്തു വരുന്നത്. പിന്നാലെയാണ് മരിച്ചത്. ഒരു കുടുംബത്തിലെ 4 പേർക്ക് ഇത്തരത്തിൽ ജീവനഷ്ടമായി എന്നുള്ള കാര്യങ്ങളൊക്കെ ലഭ്യമായത്. അമ്മ ബിനീഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, കുടുംബനാഥൻ്റെ ബിനീഷ്. ഒപ്പം തന്നെ ബിനീഷിൻ്റെ ഭാര്യ അനു, മക്കളുടെ പേര് വ്യക്തമല്ല എങ്കിൽ പോലും ബിനീഷ്, ഭാര്യ അനു എന്നിവരുടെ ആദ്യം വരുന്ന റിപ്പോർട്ടുകൾ അത്തരത്തിലാണ്. ആദ്യം നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ അത്തരത്തിലാണ്. എന്താണെങ്കിലും എങ്ങനെയാണ് അപകടം എന്നുള്ള കാര്യങ്ങളൊക്കെ വിവരങ്ങൾ പോലീസും ഒക്കെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അങ്കമാലിയിലാണ് ഇത്തരത്തിലൊരു സംഭവം. വീടിനുള്ളിൽ തീപിടുത്തമുണ്ടായി. അതിൽ 4 പേർ അതിദാരുണമായി മരിച്ചു. അച്ഛൻ, അമ്മ, 2 മക്കൾ എന്നിവരാണ് മരിച്ചത്. എന്തായാലും വിശദാംശങ്ങൾ അല്പസമയത്തിനകം തന്നെ നവമി ദിനേശ് നമ്മോടൊപ്പം പങ്കുവയ്ക്കും. നവമി ഉടൻ തന്നെ ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാലും അങ്കമാലിയിൽ നിന്ന് ഞെട്ടിക്കുന്ന വാർത്ത. എന്തായാലും ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നവമി ദിനേശ് കൊച്ചിയിൽ നിന്ന് അല്പസമയത്തിനകം ചേരും. നവമി, ഞെട്ടിക്കുന്ന വാർത്തയാണ്. അതിദാരുണമായിട്ടുള്ള ഒരു അപകടമാണ് ഇത്. എന്താണ് സംഭവിച്ചത് എന്ന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ നവമി? എന്തോ അല്പസമയം മുമ്പാണ് നമുക്ക് ഈ വിവരം ലഭിച്ചത്. പുലർച്ചെയായിരുന്നു വീടിന് തീ പിടിച്ചത്. ഷോർട്ട് സർക്യൂട്ടിലൂടെയാണ് വീടിന് തീ പിടിക്കാൻ കാരണമെന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും പോലീസ് അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഫയർഫോഴ്സും അവിടെ എത്തി തീ അണച്ചിട്ടുണ്ട്. എന്തായാലും പോലീസ് അവിടെ എത്തി കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും. ഈ വീട്ടിൽ 4 പേരാണുള്ളത്. അങ്കമാലി പാറക്കുളത്തിന് സമീപമായിരുന്നു സംഭവം നടന്നിരിക്കുന്നത്. ബിനീഷ്, ഭാര്യ അനു, ബിനീഷിന്റെ 2 മക്കൾ എന്നിവരാണ് മരിച്ചിരിക്കുന്നത്. എന്തായാലും വളരെ ദാരുണമായൊരു സംഭവം തന്നെയാണ്. പുലർച്ചെയാണ് നടക്കാൻ പോയവരാണ് ഈ വീടിന് തീ പിടിച്ചത് കണ്ടത്. ഉടനെ തന്നെ വീട്ടുകാരെ വിളിച്ചു, ഫയർഫോഴ്സിനെ വിളിച്ചു. ഫയർഫോഴ്സ് എത്തി തീ അണച്ച് പരിശോധിച്ചപ്പോഴാണ് 4 പേരെയും മരിച്ച നിലയിൽ വെന്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഷോർട്ട് സർക്യൂട്ട് ആകാം ഇത്തരത്തിലൊരു തീപിടുത്തത്തിന് കാരണമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ഈ പുലർച്ചെ ഉറക്കത്തിലായതിനാൽ ഇവർ അറിയാതെ പോയതായിരിക്കും. അതുകൊണ്ടായിരിക്കും മിക്കവാറും ഈ രക്ഷപ്പെടാൻ ഉള്ളൊരു സാധ്യത രക്ഷപ്പെടാൻ സാധ്യതയില്ലാതെ പോയത്. അതിനെ തുടർന്നാണ് ഇവർ വെന്തു മരിച്ചത്. എന്തായാലും ഫയർഫോഴ്സ് എത്തി തീ അണച്ചതിനു ശേഷം വീട്ടിലെത്തി പരിശോധിച്ചപ്പോഴാണ്
നാല് എത്തി തീ അണച്ചതിനു ശേഷം വീട്ടിലെത്തി പരിശോധിച്ചപ്പോഴാണ് 4 പേരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും പോലീസ് ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നാട്ടുകാരും പോലീസും ഒക്കെ അവിടെ എത്തി പരിശോധനകൾ നടക്കുകയാണ്. എന്താണ് മരണകാരണമെന്ന് നമുക്ക് ഉടനെ ലഭ്യമാകും. എന്തായാലും വളരെ ദാരുണമായൊരു സംഭവം തന്നെയാണ് രാവിലെ റിപ്പോർട്ട് ചെയ്യാനുള്ളത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ നമുക്കും അവിടെ എത്താൻ സാധിക്കും. ബിനീഷ്, ഭാര്യ അനു, 2 മക്കൾ എന്നിവരാണ് മരിച്ചിരിക്കുന്നത്. അങ്കമാലി പാറക്കുളത്തിന് അടുത്ത് വെച്ച് ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം ഉണ്ടായത്. ഓക്കെ, എന്തായാലും നവമി അതിന്റെ കൂടുതൽ വിവരങ്ങൾ വരും സമയങ്ങളിൽ ലഭ്യമാക്കുക. എന്താണെങ്കിലും പോലീസ് അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് നവമി പറയുന്നത്. ഫയർഫോഴ്സ് തീ അണച്ചിട്ടുണ്ട്. പാറക്കുളം എന്ന സ്ഥലത്താണ് അങ്കമാലിക്കടുത്ത്. അപ്പോൾ എന്താണെങ്കിലും വീടിന് തീ പിടിച്ച് 4 പേരുടെ മരണം സംഭവിച്ചു. അതിദാരുണമായിട്ടുള്ള സംഭവമാണ് രാവിലെ വരുന്നത്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നവമി ദിനേശ് വരും സമയങ്ങളിൽ ലഭ്യമാക്കും. ഇനി നമ്മൾ കേന്ദ്ര സർക്കാർ രൂപീകരണത്തിന്റെ കാര്യങ്ങളിലേക്ക്, ആ വാർത്തയിലേക്ക് കടക്കുകയാണ്. നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ നടക്കാനിരിക്കെ സഖ്യകക്ഷികളുമായുള്ള ചർച്ച വേഗത്തിലാക്കുകയാണ് NDA. ഇന്ന് രാത്രിയോ നാളെ ഉച്ചയ്ക്ക് മുൻപായിട്ടോ മന്ത്രിമാരുടെ പട്ടിക പുറത്തു വന്നേക്കും. ആന്ധ്രാപ്രദേശിന് 6 മന്ത്രിമാർ വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് TDP. സ്പീക്കർ സ്ഥാനത്തിന്റെ കാര്യത്തിൽ ചർച്ച തുടരുന്നു. അതേസമയം കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗവും പ്രവർത്തക സമിതി യോഗവും ഇന്ന് ചേരും. ER രാഗേഷ് ചേരുന്ന വിവരങ്ങളുമായി. രാഗേഷ്, ആദ്യം നാളെ സത്യപ്രതിജ്ഞ ചെയ്യാനിരിക്കെ മണിക്കൂറുകൾക്ക് മുമ്പ് പോലും മന്ത്രിമാരുടെ പട്ടികയിലേക്ക് എത്താൻ NDAക്ക് കഴിയാതെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ കൂടുതൽ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന JDUവിനെയും TDPനെയും അനുനയിപ്പിക്കാനാണോ ഈ കൂടുതൽ ശ്രമകരമായിട്ടുള്ള ദൗത്യം ഏറ്റെടുക്കേണ്ടി വരുന്നത് BJP നേതൃത്വത്തിന്? എൽദോ, NDA സർക്കാർ നാളെ അധികാരത്തിലേറുകയാണ്. നരേന്ദ്രമോദി സർക്കാർ 3ാമതും അധികാരത്തിലേറുകയാണ്. നാളെ വൈകിട്ട് രാത്രി 7:15 രാഷ്ട്രപതി ഭവനിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഏതായാലും സഖ്യകക്ഷികളുമായുള്ള ചർച്ചകൾ അവസാന ഘട്ടത്തിലാണ് എന്നാണ് BJP നേതാക്കൾ അറിയിക്കുന്നത്. ഇന്നലെ BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡയുമായി നേതാക്കൾ ചർച്ച നടത്തിയിരുന്നു. സഖ്യകക്ഷികളുമായി JP നഡ്ഡ പ്രത്യേകം ചർച്ച നടത്തിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി TDP നേതാക്കളുമായി ഇന്നലെ പ്രത്യേകം ചർച്ച നടത്തി. അതിനുശേഷം JDU നേതാക്കളുമായി ചർച്ച നടത്തി. ഒപ്പം കുമാരസ്വാമി, RLD നേതാവ് ജയന്ത് ചൗധരി, അജിത് പവാർ, ഒപ്പം JDUവിൽ നിന്ന് ലല്ലൻ സിംഗ് അടക്കമുള്ള നേതാക്കൾ, ഏക്നാഥ് ഷിൻഡെ ശിവസേന വിഭാഗം, അപ്നാദൾ, ജിതൻ റാം മാഞ്ചി തുടങ്ങിയവരുമൊക്കെയായി ഇന്നലെ രാത്രി ചർച്ചകൾ നടന്നിരുന്നു. ഇതിൽ TDP ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം ആന്ധ്രാപ്രദേശിന്, TDPക്കല്ല ആന്ധ്രാപ്രദേശിന് 6 മന്ത്രിമാർ വേണമെന്നൊരാവശ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. 4 മന്ത്രിസ്ഥാനമെങ്കിലും TDPക്ക് വേണമെന്നാണ് പാർട്ടിയുടെ നിലപാട്. അതായത് 2 ക്യാബിനറ്റ് പദവി, ഒപ്പം 2 സഹമന്ത്രിസ്ഥാനം എന്നൊരാവശ്യം അവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു. 6 മന്ത്രിസ്ഥാനം അനുവദിക്കുകയാണെങ്കിൽ ഈ 6 മന്ത്രിസ്ഥാനങ്ങളിൽ നിന്ന് ജനസേന പാർട്ടിക്കും മന്ത്രിസ്ഥാനം നൽകാം എന്നൊരു നിലപാടാണ് ഇപ്പോൾ TDP മുന്നോട്ട് വയ്ക്കുന്നത്. നേരത്തെ BJP ആദ്യഘട്ടത്തിൽ മുന്നോട്ട് വെച്ച ഓഫർ 1 ക്യാബിനറ്റ് മന്ത്രിയും 1 സഹമന്ത്രി സ്ഥാനം എന്ന നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത്. അത് അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് TDP വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ എത്ര മന്ത്രിസ്ഥാനം എന്ന കാര്യത്തിലാണ്. വകുപ്പുകളിലല്ല ആദ്യഘട്ടത്തിൽ. ഇപ്പോൾ ഇന്നലെ നടന്ന ചർച്ചകൾ മന്ത്രിസ്ഥാനം സംബന്ധിച്ചാണ്. വകുപ്പുകളിലേക്ക് ചർച്ച കടന്നിട്ടില്ല എന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. JDUവിൻ്റെ കാര്യത്തിൽ വരുമ്പോഴും 4 മന്ത്രിസ്ഥാനം വേണമെന്ന നിലപാട് JDU മുന്നോട്ട് വയ്ക്കുന്നത്. അല്ലെങ്കിൽ ചുരുങ്ങിയത് 3 മന്ത്രിസ്ഥാനമെങ്കിലും വേണമെന്നൊരു ആവശ്യമാണ്. ക്യാബിനറ്റ് പദവിയെങ്കിലും വേണമെന്നൊരു ആവശ്യമാണ് JDU മുന്നോട്ട് വയ്ക്കുന്നത്. സമാനമായ ആവശ്യം ഇപ്പോൾ ചെറു കക്ഷികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ജിതൻ റാം മാഞ്ചിയുടെ പാർട്ടിയായ ജിതൻ റാം മാഞ്ചി ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യം 1 ക്യാബിനറ്റ് പദവി വേണമെന്നൊരു ആവശ്യം ജിതൻ റാം മാഞ്ചി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അനുപ്രിയ പട്ടേൽ അപ്നാദൾ സോണലാൽ വിഭാഗത്തിൻ്റെ നേതാവാണ്, മിർസാപൂരിൽ നിന്നുള്ള MP ആണ്. അനുപ്രിയ പട്ടേൽ പറഞ്ഞിരിക്കുന്നത് സഹമന്ത്രി സ്ഥാനം പോരാ, സ്വതന്ത്ര ചുമതലയോടുകൂടിയുള്ള മന്ത്രിസ്ഥാനമെങ്കിലും അനുവദിക്കണമെന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഷിൻഡെ വിഭാഗം ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് 1 ക്യാബിനറ്റ് പദവി, ഒപ്പം 1 സഹമന്ത്രി സ്ഥാനം എന്നൊരാവശ്യം ഷിൻഡെ വിഭാഗവും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഏതായാലും മഹാരാഷ്ട്രയിൽ നിന്ന് കഴിഞ്ഞ തവണ 8 പേരാണ് മന്ത്രിമാരായി ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ കൂടുതൽ മന്ത്രിസ്ഥാനം ലഭിക്കുമെന്നൊരു പ്രതീക്ഷ നേതാക്കൾ പങ്കുവയ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ച് BJPയിൽ നിന്നായിരുന്നു മന്ത്രിമാരൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഷിൻഡെ വിഭാഗത്തിനും അജിത് പവാർ പക്ഷത്തിനും കാര്യമായ ഒരു പരിഗണന ഉണ്ടാകുമെന്നാണ് നേതാക്കൾ പറയുന്നത്. അജിത് പവാർ പക്ഷത്തിന് നിലവിൽ 1 ലോക്സഭാ അംഗം മാത്രമാണുള്ളത്. രാജ്യസഭയിൽ പ്രഫുൽ പട്ടേൽ അടക്കമുള്ള നേതാക്കൾ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായും അജിത് പവാർ പക്ഷത്തിനും ഒരു പരിഗണന ഉണ്ടാകും എന്ന പ്രതീക്ഷ വെക്കുന്നുണ്ട്. ഏതായാലും ചില മന്ത്രിസ്ഥാനം, സഖ്യകക്ഷികളുടെ മന്ത്രിസ്ഥാനം, വകുപ്പുകൾ സംബന്ധിച്ച പേരുകളൊക്കെ തന്നെ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായ ഒന്ന്
TDP അവരുടെ മന്ത്രിമാരെ സംബന്ധിച്ചുള്ള സൂചനകൾ നൽകുന്നു എന്നാണ്. നിലവിൽ അവരുടെ സഭാകക്ഷി നേതാവാണ് ശ്രീകാകുളത്തു നിന്നുള്ള MP രാംമോഹൻ നായിഡു മന്ത്രിസ്ഥാനത്തേക്ക് എത്തും എന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ ഏതായാലും TDP കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഒപ്പം മറ്റ് രണ്ട് പേരുകൾ കൂടി TDP ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അതൊന്ന് ഗുണ്ടൂരിൽ നിന്നുള്ള MP വെമ്മിറെഡ്ഡി പ്രഭാകർ ആണ്. ഒപ്പം പെമ്മസാനി ചന്ദ്രശേഖരും മന്ത്രിസ്ഥാനത്തേക്ക് വരും എന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ TDP നേതാക്കൾ അറിയിക്കുന്നത്. ഒപ്പം സ്പീക്കർ സ്ഥാനത്തിൻ്റെ കാര്യത്തിലും ഒരു ചർച്ചകൾ അല്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഇതുവരെ TDP തയ്യാറായിട്ടില്ല. പക്ഷേ BJP ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് സ്പീക്കർ സ്ഥാനം നൽകാൻ കഴിയില്ല, പകരം TDPക്ക് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകാമെന്നൊരു നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഏതായാലും ഇത് സംബന്ധിച്ച് ചർച്ചകൾ തുടരുകയാണെന്നാണ് ഇപ്പോൾ നേതാക്കൾ NDA വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും TDP ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഏറ്റെടുക്കുകയാണെങ്കിൽ നേരത്തെ വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് സ്പീക്കർ പദവി കൈകാര്യം ചെയ്തിരുന്നത് GMC ബാലയോഗിയായിരുന്നു. അദ്ദേഹം TDP നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ ഇത്തവണ ഏതായാലും ലോക്സഭാംഗമാണ് ഹരീഷ് മാത്തൂർ. അപ്പോൾ ഹരീഷിനെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കാം എന്നാണ് ഇപ്പോൾ TDPയിൽ എത്തിയിരിക്കുന്ന ധാരണ. ഏതായാലും വകുപ്പുകളുടെ കാര്യത്തിൽ നേരത്തെ റെയിൽവേ JDU ആവശ്യപ്പെട്ടിരുന്നു, IT മന്ത്രാലയം TDPയും ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇത് സുപ്രധാനമായൊരു മന്ത്രാലയങ്ങളാണ്, അത് കൈവശം BJP വെക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. കുമാരസ്വാമി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് കൃഷി മന്ത്രാലയമാണ്. പക്ഷേ 2 അംഗങ്ങളാണ് JDUവിനുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ക്യാബിനറ്റ് പദവി BJP നൽകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ കർണാടകയിൽ സംബന്ധിച്ച് JDU ഒരു നിർണായകമായ കക്ഷിയാണ്. പ്രത്യേകിച്ച് തെക്കൻ കർണാടകയിൽ മൈസൂരു മേഖലയിൽ നിയമസഭയിലൊക്കെ തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ ഭാവിയിൽ JDU ഒരു മികച്ച സഖ്യകക്ഷിയായി അല്ലെങ്കിൽ JDUവിൻ്റെ സഹായം ഗുണം ചെയ്യുമെന്ന കണക്കുകൂട്ടൽ BJPക്കുണ്ട്. കാരണം തെക്കൻ കർണാടകയാണ് പൊതുവെ BJPയെ സംബന്ധിച്ച് മേൽക്കൈ കുറഞ്ഞ അല്ലെങ്കിൽ ആധിപത്യം കുറഞ്ഞൊരു മേഖല. അപ്പോൾ അവിടേക്ക് വളർന്നു കയറാൻ JDUവിൻ്റെ സഹായം ആവശ്യമുള്ളതുകൊണ്ട് തന്നെ അംഗസംഖ്യ നോക്കാതെ തന്നെ ഒരുപക്ഷെ മന്ത്രിസ്ഥാനം നൽകും എന്നൊരു പ്രതീക്ഷ ഏതായാലും ഈ ഘടകകക്ഷികൾക്കൊക്കെ തന്നെ ഉണ്ട്. ഏതായാലും ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെ വൈകിട്ടോ ഇത് സംബന്ധിച്ച പട്ടിക പുറത്തിറക്കും എന്നാണ് ഇപ്പോൾ നേതാക്കൾ ഏതായാലും വ്യക്തമാക്കുന്നത്. എൽദോ, രാകേഷ്, ഈ BJP മന്ത്രിമാർ ആരൊക്കെ അല്ലെങ്കിൽ അവരുടെ വകുപ്പുകൾ ആരൊക്കെ എന്ന് സംബന്ധിച്ച് എന്തെങ്കിലും വിവരം ലഭ്യമായിട്ടുണ്ടോ? ഈ സഖ്യകക്ഷികളുടെ മാറ്റി നിർത്താം, BJP അവരുടെ പാളയത്തിൽ നിന്ന് ആരൊക്കെയാണ് കേന്ദ്ര മന്ത്രിസഭയിലേക്ക് ക്യാബിനറ്റ് പദവിയിലേക്ക് എത്തിക്കുക എന്നുള്ളതിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നുണ്ടോ? ഏതായാലും പ്രധാനപ്പെട്ട പദവികളിൽ കാര്യമായ മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അമിത്ഷാ ലോക്സഭയിലേക്ക് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. രാജ്നാഥ് സിംഗ് ലക്നൌവിൽ നിന്ന് തൻ്റെ വിജയം ആവർത്തിച്ചിട്ടുണ്ട്. ഒപ്പം പ്രധാനപ്പെട്ട പദവികൾ, അതായത് ധനകാര്യം, വിദേശകാര്യം, പ്രതിരോധം, ആഭ്യന്തരം തുടങ്ങിയ വകുപ്പുകൾ BJP തന്നെയായിരിക്കും കൈകാര്യം ചെയ്യുക. കാരണം 4 വകുപ്പുകളും കഴിഞ്ഞ 2 തവണയും കൈകാര്യം ചെയ്തിരുന്നത് BJP തന്നെയായിരുന്നു. പക്ഷേ ഇത്തവണ സാഹചര്യം മാറിയിട്ടുണ്ടെങ്കിൽ പോലും ആ വകുപ്പുകൾ ഏതായാലും സഖ്യകക്ഷികൾക്ക് വിട്ടു നൽകാനുള്ള സാധ്യതയില്ല. ഒപ്പം ഇതിന് പുറമെ മറ്റ് ചില പ്രധാനപ്പെട്ട നേതാക്കൾ കൂടി പ്രധാനപ്പെട്ട വകുപ്പുകളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതിൽ ഒന്ന് ശിവരാജ് സിംഗ് ചൗഹാൻ. അദ്ദേഹം ദീർഘകാലം മധ്യപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. പക്ഷേ ഇത്തവണ അദ്ദേഹം വിദിഷയിൽ നിന്ന് ലോക്സഭയിലേക്ക് വിജയിച്ചിട്ടുണ്ട്. മാത്രവുമല്ല വളരെ സീനിയർ ആയിട്ടുള്ള നേതാവാണ്. അദ്ദേഹത്തിനും പ്രധാനപ്പെട്ട വകുപ്പിൽ അദ്ദേഹം തന്നെ വരും. നിതിൻ ഗഡ്കരി മുൻ ദേശീയ അധ്യക്ഷനാണ്. നിതിൻ ഗഡ്കരി ഇത്തവണയും നാഗ്പൂരിൽ നിന്ന് വിജയിച്ച് വന്നിട്ടുണ്ട്. ഗഡ്കരിക്കും ഒരുപക്ഷെ അദ്ദേഹം മുൻപ് കൈകാര്യം ചെയ്തിരുന്ന ഉപരിതല ഗതാഗത വകുപ്പ് തന്നെ നൽകാൻ തന്നെയാണ് സാധ്യത. കാരണം ആ വകുപ്പിൽ ശ്രദ്ധേയമായ പ്രകടനം ഗഡ്കരി കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വകുപ്പിൽ ഒരുപക്ഷെ മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഒപ്പം നിർമ്മല സീതാരാമൻ നിലവിൽ രാജ്യസഭാംഗമാണ്. നിർമ്മല സീതാരാമനും പ്രധാനപ്പെട്ട വകുപ്പുകൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മറ്റൊന്ന് ഹരിയാന മുൻ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടറാണ്. മനോഹർലാൽ ഖട്ടറിനെയും സുപ്രധാന പദവിയിലേക്ക് കൊണ്ടുവന്നേക്കും. ഇതിന് പുറമെ ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ അവിടെ നിന്ന് ഒരുപക്ഷെ ഖട്ടറിന് പുറമെ മറ്റൊരു മന്ത്രി കൂടി വരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. മറ്റൊരു നിർണായകമായ സംസ്ഥാനം ബീഹാറും മഹാരാഷ്ട്രയുമാണ്. മഹാരാഷ്ട്രയിൽ ഈ വർഷം അവസാനമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പെങ്കിൽ ബീഹാറിൽ അടുത്ത വർഷമാണ് തെരഞ്ഞെടുപ്പ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഈ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിജയിക്കുക എന്നത് BJPയെ സംബന്ധിച്ച് ഏറെ നിർണായകമായ കാര്യമാണ്. 2ഇടത്തും സഖ്യകക്ഷികളുടെ സഹായത്തോടു കൂടിയാണ് BJP ഭരിക്കുന്നത്. അപ്പോൾ അവിടങ്ങളിൽ വിജയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ബീഹാറിൽ കൂടുതൽ പ്രാതിനിധ്യം ഒരുപക്ഷെ മുൻതവണത്തേതുപോലെ ഇത്തവണയും ഉണ്ടായേക്കാം. ഇത്തവണ JDUവിന് കൂടി മന്ത്രിസ്ഥാനം വരുന്നതുകൊണ്ട് അവിടെ നിന്ന് കൂടുതൽ മന്ത്രിമാർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സമാനമായ സാഹചര്യം മഹാരാഷ്ട്രയുടെ കാര്യത്തിലുണ്ടാകും. നിലവിൽ BJP മന്ത്രിമാരാണുള്ളതെങ്കിൽ അവിടെ അജിത് പവാർ പക്ഷത്തിനും ശിവസേന ഷിൻഡെ പക്ഷത്തിനും കൂടുതൽ പ്രാതിനിധ്യം നൽകിക്കൊണ്ടൊരു മന്ത്രിസ്ഥാനം ഉണ്ടാകും. ഇതിന് പുറമെ കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി സ്വാഭാവികമായി എത്തും. കാരണം ആദ്യമായി BJP ടിക്കറ്റിൽ
ലോക്സഭയിലേക്ക് എത്തിയ വ്യക്തിയാണ് സുരേഷ് ഗോപി. സുരേഷ് ഗോപിക്കും പ്രധാനപ്പെട്ട വകുപ്പ് തന്നെ നൽകാനാണ് സാധ്യത. തെലങ്കാന സമാനമായ രീതിയിൽ വലിയ വളർച്ച ഉണ്ടാക്കിയ സംസ്ഥാനമാണ് തെലങ്കാന. അവിടെ നിന്ന് കൂടുതൽ മന്ത്രിമാരെ ഉൾപ്പെടുത്താനാണ് സാധ്യത. കാരണം കഴിഞ്ഞ തവണ 4 ആണെങ്കിൽ അവിടെ ഇത്തവണ 8 സീറ്റുകൾ വിജയിക്കാൻ സാധിച്ചു. ആന്ധ്രാപ്രദേശിൽ TDP ആവശ്യപ്പെട്ടതുപോലെ ഒരുപക്ഷെ BJPയിൽ നിന്നുകൂടി മന്ത്രിമാർ ഉൾപ്പെടുത്തി ഒരു 6 മന്ത്രിസ്ഥാനം TDPക്ക് നൽകണമെന്നൊരു TDPയുടെ നിർദ്ദേശം ഒരുപക്ഷെ BJP വഴങ്ങിയേക്കുമെന്നാണ് സൂചന. മാത്രമല്ല ഈ സർക്കാർ ഇത്തരത്തിൽ അധികാരത്തിൽ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒഡീഷയിൽ BJP നടത്തിയ പ്രകടനമാണ്. ഒഡീഷയുടെ ചരിത്രത്തിലെ BJPയുടെ ഏറ്റവും വലിയ മുന്നേറ്റം നടത്തിയപ്പോൾ ഒഡീഷയിൽ നിന്നും കാര്യമായൊരു പ്രാതിനിധ്യം ഏതായാലും മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എൽദോ രാകേഷ്, ഇനി കോൺഗ്രസിന്റെ യോഗം ഇന്നുണ്ടല്ലോ. കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗം, പ്രവർത്തക സമിതി യോഗം ഇന്ന് ചേരുന്നുണ്ട്. അപ്പോൾ അതിൽ എങ്ങനെയുള്ള ഒരു സ്റ്റാൻഡായിരിക്കും സാധ്യത? എന്തെങ്കിലും പ്രത്യേകിച്ചും ഈ പ്രവർത്തക സമിതി യോഗത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പൊതു വിലയിരുത്തലുണ്ടാകും? എൽദോ, രാവിലെ ആദ്യം ചേരുന്നത് പ്രവർത്തക സമിതി യോഗമാണ്. അതിനുശേഷമാണ് പാർലമെന്ററി പാർട്ടി യോഗം ചേരുന്നത്. ഏതായാലും പ്രവർത്തക സമിതി യോഗത്തിൽ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകണം എന്നൊരാവശ്യം സ്വാഭാവികമായും ഉണ്ടാകും. കാരണം എൽദോ സൂചിപ്പിച്ച പോലെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വിലയിരുത്തൽ ഏതായാലും ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് പുറത്തു വന്നത്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് കോൺഗ്രസിൻ്റെ അംഗബലം ലോക്സഭയിൽ കാര്യമായ വർധന ഉണ്ടായിരിക്കുകയാണ്. കാരണം 44, അതിനുശേഷം 52, ഇപ്പോൾ 99. സ്വതന്ത്രൻ കൂടി പിന്തുണച്ച് കൂട്ടുകയാണെങ്കിൽ 100 എന്ന അംഗബലത്തിലേക്ക് കോൺഗ്രസ് എത്തുന്നു എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷയ്ക്ക് നൽകുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വിലയിരുത്തൽ ഇന്നത്തെ പ്രവർത്തക സമിതി യോഗത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം ഉണ്ടാകാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കണമെന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ 2 സഭകളുടെ കാലയളവിലും രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി നേതാവായി രാഹുൽ ഗാന്ധി അല്ല, സഭാകക്ഷി നേതാവായി രാഹുൽ ഗാന്ധി അല്ല വന്നിരുന്നത്. കഴിഞ്ഞ തവണ അധീർ രഞ്ജൻ ചൗധരിയും അതിനു മുമ്പ് മല്ലികാർജുൻ ഖർഗെയുമാണ് ആ പദവികളിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ രാഹുൽ ഗാന്ധി തന്നെ വരണം. രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും പ്രതിപക്ഷ സ്ഥാനം ഏറ്റെടുക്കാൻ ഏറ്റവും ഉചിതമായ സമയം ഇതെന്ന് കോൺഗ്രസ് വിലയിരുത്തുകയും ചെയ്യുന്നു. മാത്രവുമല്ല, ഔദ്യോഗികമായി ഇത്തവണയാണ് കോൺഗ്രസിന് പ്രതിപക്ഷ നേതൃസ്ഥാനം ലഭിക്കുന്നത്. 2014-ലും 2019-ലും കോൺഗ്രസിന് പ്രതിപക്ഷ നേതൃസ്ഥാനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ രാഹുൽ ഗാന്ധി തന്നെ, പ്രത്യേകിച്ച് മോദിക്കെതിരെ ഏറ്റവും ശക്തമായ നിലപാടെടുക്കുന്ന നേതാവെന്ന നിലയിൽ രാഹുൽ ഗാന്ധി തന്നെ ഈ പദവി ഏറ്റെടുക്കണമെന്ന അഭിപ്രായം കോൺഗ്രസിനകത്തുണ്ട്. അക്കാര്യം ഇന്ന് ഔദ്യോഗികമായി ചർച്ചയ്ക്ക് വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. മൂന്നാമതായി രാഹുൽ ഗാന്ധിയുടെ ഏത് മണ്ഡലം നിലനിർത്തണമെന്ന കാര്യം സംബന്ധിച്ച് ഒരു പ്രാഥമിക ചർച്ചയും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്നും റായ്ബറേലിയിൽ നിന്നും വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് മണ്ഡലം നിലനിർത്തണമെന്ന കാര്യത്തിലും ഒരു ചർച്ച ഉണ്ടാകും. അതിനുശേഷമാണ് പാർലമെന്ററി പാർട്ടി യോഗം ചേരുന്നത്. പാർലമെന്ററി പാർട്ടി യോഗത്തിൽ രാഹുലിനെ CWC തീരുമാനം അനുസരിച്ചാണെങ്കിൽ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കാൻ തന്നെയാണ് സാധ്യത. എൽദോ, ഓക്കെ, എന്താണേലും ഇന്നും നിർണായകമായുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ ഡൽഹിയിൽ നടക്കുന്നുണ്ട്. NDAക്കാണ് തോന്നുന്നു കൂടുതൽ പ്രതിസന്ധി. എങ്ങനെ ഈ വകുപ്പുകൾ സംബന്ധിച്ചൊരു തീരുമാനത്തിലേക്ക് എത്തുക, സഖ്യകക്ഷികളെ കൂടെ നിർത്തി അനുനയിപ്പിച്ച് നിർത്തുക എന്നുള്ള കാര്യത്തിൽ അപ്പോൾ ചില ഉറച്ച നിലപാടുകൾ തുടരുകയാണ് അവിടെ ചന്ദ്രബാബു നായിഡു, നിതീഷ് കുമാറും ഉൾപ്പെടെയുള്ളവർ. മറ്റു വാർത്തകളിലേക്ക് എത്തിയാൽ കെ മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് പരാജയത്തിനെ ചൊല്ലി തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ കയ്യാങ്കളി. DCC സെക്രട്ടറി സജി കുര്യച്ചിറിയെ പ്രസിഡന്റ് ജോസ് വള്ളൂരും സംഘവും കയ്യേറ്റം ചെയ്തതായി പരാതി ഉയർന്നു. നേതാക്കളും പ്രവർത്തകരും ഇരുവിഭാഗങ്ങളായി തമ്മിലടിച്ചു. KPCC മൂന്ന് ദിവസമായി DCC ഓഫീസിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്റർ പ്രതിഷേധങ്ങളാണ് സംഘർഷത്തിന് കാരണം. മുരളീധരൻ അനുകൂലിയായ കോൺഗ്രസ് പ്രവർത്തകൻ സുരേഷുമായി DCC പ്രസിഡന്റ് സംസാരിക്കുന്നതിനിടെ തർക്കമുണ്ടായി. ഇതിൽ ഇടപെട്ടപ്പോൾ പ്രസിഡന്റ് ജോസ് വള്ളൂരും സംഘവും കയ്യേറ്റം ചെയ്തെന്നാണ് സജീവന്റെ പരാതി. ഞങ്ങൾ 2 DC സെക്രട്ടറിമാർ ഇവിടെ നിന്ന് അപ്പോൾ DC പ്രസിഡന്റ് വന്നു, ഞങ്ങൾ എഴുന്നേറ്റ് നിന്നു, ഞങ്ങളായിട്ട് സംസാരിച്ചു, ആൾ മുകളിൽ കയറിപ്പോയി. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങളിവിടെ ഇരിക്കുക. ഞങ്ങൾ 2 ആളും പിന്നെ സുരേഷ് എന്ന് പറഞ്ഞൊരു പ്രവർത്തകനുണ്ട്. ആദ്യം വന്ന് അവനെ പിടിച്ച് തള്ളലും ബഹളാക്കി. അപ്പോൾ ഞാൻ ചെയ്തു, എന്താ കാണിക്കണേ, നിങ്ങൾ DC പ്രസിഡന്റ് അടാ നീ ഉണ്ടതിൻ്റെ പിന്നിൽ എന്ന് പറഞ്ഞാൽ പിന്നെ നേരെ എന്നെ പിടിച്ച് കഴുത്തിനെ പിടിച്ച് തള്ളി. അങ്ങനെ ഫ്രീസറിലേക്ക് ഇവർ 10-20 ആളും കൂടി
ജോസ് വള്ളൂരിനെതിരെ നടപടി ആവശ്യപ്പെട്ട് സജീവൻ ഓഫീസിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പിന്നാലെ കെ മുരളീധരൻ അനുകൂലികൾ DCC ഓഫീസിലേക്ക് സംഘടിച്ചെത്തി. തുടർന്ന് ഇരുകൂട്ടരും ചേരിതിരിഞ്ഞ് തമ്മിൽ തല്ലി. കൂടുതൽ പ്രവർത്തകരും നേതാക്കളും DCC ഓഫീസിലേക്കെത്തി. ഇരുവിഭാഗത്തെയും പിന്തുണച്ച് പലരും നിലയുറപ്പിച്ചതോടെ തൃശൂർ ACPയുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി. KPCC നേതൃത്വത്തിന്റെ ഇടപെടലിനെ തുടർന്ന് മുതിർന്ന നേതാവ് PA മാധവൻ ഓഫീസിലെത്തി. പ്രശ്നം അവസാനിപ്പിക്കണം എന്ന് ഈ പാർട്ടിയിലുള്ള ജില്ലയിലെ മുഴുവൻ ആളുകൾക്കും, ഭാരവാഹിത്വമുള്ളവർക്കും ഭാരവാഹിത്വമില്ലാത്തവർക്കും അനുഭാവികൾക്കും പ്രവർത്തകർക്കും ഒക്കെ ആഗ്രഹമുണ്ട്. ഇങ്ങനെ പൊക്കൂടാ എന്ന് വളരെ വേദനയോടുകൂടിയുള്ള അഭിപ്രായമുണ്ട്. അതിനനുകൂലമായ അന്തരീക്ഷം ജില്ലയിൽ ഉണ്ടാക്കും. സമവായ ചർച്ചകൾക്ക് ശേഷം സജീവൻ കുരിച്ചിറയെ ആശുപത്രിയിലേക്ക് മാറ്റി. സജീവനും കെ മുരളീധരൻ അനുകൂലികളും ഉയർത്തിയ ആരോപണങ്ങളോട് പ്രതികരിക്കാൻ ജോസ് വള്ളൂരോ മാറ്റി. സജീവനും കെ മുരളീധരൻ അനുകൂലികളും ഉയർത്തിയ ആരോപണങ്ങളോട് പ്രതികരിക്കാൻ ജോസ് വള്ളൂരോ മറ്റു നേതാക്കളോ തയ്യാറായില്ല. ന്യൂസ് സിറ്റി, തൃശൂർ. അങ്കമാലിയിലെ ആ അപകട വാർത്തയിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. അങ്കമാലിയിൽ വീടിന് തീപിടിച്ച് 4 പേർ ബന്ധു മരിച്ചു. അച്ഛനും അമ്മയും 2 മക്കളുമാണ് മരിച്ചത്. അതിൻ്റെ ഫസ്റ്റ് വിഷ്വൽസ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ അതിൻ്റെ അപകട കാരണത്തിലേക്ക് വിവരങ്ങളൊക്കെ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. നവമി ദിനേശ് അങ്ങോട്ട് എത്തിച്ചേരുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഫയർഫോഴ്സ് എത്തി, അവിടെ തീ അണച്ചു. ഫയർഫോഴ്സിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. എന്നാൽ ഞെട്ടലിലാണ് നാട്ടുകാരും അവിടെ കൂടിയെത്തിയ ആളുകളുമെല്ലാം. 4 പേർ അതിദാരുണമായി മരിക്കുന്ന സാഹചര്യം. നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, അവിടേക്ക് എത്താൻ സാഹചര്യമുണ്ടോ? പിന്നെ എന്താണ് അപകട കാരണമെന്നുള്ള സൂചന എന്തെങ്കിലും പോലീസ് നൽകുന്നുണ്ടോ? നമ്മൾ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ അവിടെ എത്തി കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ കഴിയും. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വാർത്ത അനുസരിച്ച് ആ വീട്ടിൽ 4 ബിനീഷ്, ഭാര്യ, 2 മക്കളോടൊപ്പം തന്നെ അമ്മയും ഉണ്ടായിരുന്നു. പക്ഷേ അമ്മ താഴത്തെ നിലയിലായിരുന്നു കിടന്നിരുന്നത്. ഈ ബിനീഷും ഭാര്യയും 2 മക്കളും ഒരു മുറിയിൽ ഒന്നിച്ചായിരുന്നു കിടന്നത്. ആ മുറിയിൽ മാത്രമാണ് ഇപ്പോൾ തീ പിടിച്ചിരിക്കുന്നത്. ഷോർട്ട് സർക്യൂട്ട് ആകാമെന്നുള്ളൊരു പ്രാഥമിക നിഗമനമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ തീ പടർന്ന ശേഷം അമ്മ ഇറങ്ങി ഓടി പുറത്തേക്ക് ഇറങ്ങി നിലവിളിക്കുന്നത് കണ്ടാണ് നടക്കാൻ പോയ നാട്ടുകാർ ഇത് പിന്നീട് ഫയർഫോഴ്സിനെ വിളിക്കുന്നതും ഫയർഫോഴ്സ് എത്തി തീ അണച്ചതും. തീ അണച്ച ശേഷം റൂമിലേക്ക് ചെന്നപ്പോഴാണ്, മുറിയിൽ ചെന്നപ്പോഴാണ് ഇവരെ 4 പേരെയും വെന്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. 2 മക്കളാണ്. മൂത്ത മകൾ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 2ാമത്തെ മകനാണ് LKGയിലേക്ക് ആയതേ ഉള്ളൂ. അങ്ങനെ ചെറുപ്രായമുള്ള 2 പിഞ്ചു കുഞ്ഞുങ്ങളാണ് മരിച്ചിരിക്കുന്നത്. എന്തായാലും പോലീസ് സംഘം അവിടെ എത്തിയിട്ടുണ്ട്. ജനപ്രതിനിധികൾ, റോജി എം ജോൺ അടക്കമുള്ള MLAയും അവിടെ, ജനപ്രതിനിധികളും അവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. വിരലടയാള വിദഗ്ധരും അവിടെ എത്തി കൂടുതൽ പരിശോധന നടത്തുകയാണ്. ഷോർട്ട് സർക്യൂട്ട് തന്നെയാണോ മരണകാരണമെന്ന് ഇനിയും സ്ഥിരീകരിക്കേണ്ടതുണ്ട്. എന്തായാലും വളരെ ദാരുണമായൊരു സംഭവം തന്നെയാണ് കൊച്ചിയിൽ നിന്നും രാവിലെ റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ഒരു കുടുംബത്തിലെ 4 പേരാണ് വെന്തു മരിച്ചിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ അങ്കമാലി പാറക്കുളത്തിന് സമീപത്തായിരുന്നു ഈ സംഭവം നടന്നിരിക്കുന്നത്. ഉറക്കത്തിലായതിനാൽ ഇവർക്ക് ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല എന്നുള്ള നിഗമനത്തിലാണ് പോലീസ് ഇപ്പോഴും എത്തി നിൽക്കുന്നത്. കൂടുതൽ വിശദമായ പരിശോധനകൾ വരേണ്ടതുണ്ട്. ഷോർട്ട് സർക്യൂട്ട് എന്നുള്ളൊരു നിഗമനം ആദ്യം ഈ ജാതിക്കയുടെ ഡ്രയറിൽ നിന്നും തീ പിടിച്ചതാകാമെന്നൊരു നിഗമനമായിരുന്നു നാട്ടുകാരും പറഞ്ഞിരുന്നത്, ഫയർഫോഴ്സും പറഞ്ഞത്. പക്ഷേ പിന്നീട് നടത്തിയ പരിശോധനയിൽ ഈ ജാതിക്കയുടെ ഡ്രയർ വീടിന്റെ പുറകുവശത്ത് തന്നെ സുരക്ഷിതമായി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള ഷോർട്ട് സർക്യൂട്ട് അല്ല തീ പിടിച്ചത് എന്ന് വിവരം എന്ന നിഗമനത്തിൽ പോലീസ് എത്തുകയായിരുന്നു. പിന്നീടുള്ള ഒരു സാധ്യത ഷോർട്ട് സർക്യൂട്ട് ആകാനാണ്. എന്തായാലും അത് തന്നെയാണോ എന്ന് ഇനിയും സ്ഥിരീകരിക്കേണ്ടി വരും. അതിനു വേണ്ടിയിട്ടുള്ള പരിശോധനകളൊക്കെ തുടരുകയാണ്. എന്തായാലും ബിനീഷിന്റെ അമ്മയും ആ വീട്ടിലുണ്ടായിരുന്നു. പക്ഷെ അമ്മ താഴത്തെ നിലയിൽ ഒരു മുറിയിലായിരുന്നു ഉറങ്ങിയിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് പരിക്കുകളൊന്നും ഇല്ലാതെ. തുടരുക. അങ്കമാലി MLA റോജി എം ജോൺ ടെലിഫോൺ ലൈനിലുണ്ട്. റോജി, എങ്ങനെയാണ് അപകടം സംഭവിച്ചതെന്നുള്ള ഒരു വ്യക്തത വരുന്നുണ്ടോ? പോലീസിന്റെ പ്രാഥമിക പരിശോധനയിൽ കാരണം അവർക്ക് വ്യക്തമായിട്ടില്ല. ഷോർട്ട് സർക്യൂട്ട് അല്ല എന്നുള്ളതാണ് അവരുടെ ഒരു
നിഗമനം. പക്ഷെ അതും ആധികാരികമായിട്ടുള്ള വിശദമായിട്ടുള്ള ഫോറൻസിക് പരിശോധനയിലെ കൃത്യമായിട്ട് പറയാൻ കഴിയുകയുള്ളൂ. അവർക്ക് പ്രാഥമികമായിട്ട് ഷോർട്ട് സർക്യൂട്ടിന്റെ സാധ്യതകളൊന്നും അവർക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഇത് വീടിന്റെ മുകളിലത്തെ നിലയിൽ ഒരു റൂമിൽ നിന്നുണ്ടായിരിക്കുന്ന തീപിടുത്തം തന്നെയാണ്. ആ റൂം പൂർണ്ണമായിട്ടും കത്തിനശിച്ചു. 4 പേരും ആ റൂമിനകത്ത് തന്നെയാണ്. ശരീരങ്ങളൊക്കെ പൂർണ്ണമായിട്ടും കത്തി കരിഞ്ഞ നിലയിൽ തന്നെയാണ് ഉള്ളത്. മറ്റ് കാരണങ്ങൾ അറിയില്ല. രാവിലെ നടക്കാനൊക്കെ ഇറങ്ങിയ ആളുകളാണ് ഈ തീ പുറമേ കണ്ടത്. ബാക്കി ഈ കുടുംബത്തിന്റെ ഇവരുടെ അമ്മ താഴത്തെ നിലയിൽ ഉണ്ടായിരുന്നു. അമ്മ താഴെ നിലവിളിക്കുന്നതാണ് ഇതിലേക്ക് കടന്നു വന്ന ആളുകൾ കണ്ടത്. ശ്രീ റോജി, അപ്പോൾ ഈ അമ്മയ്ക്ക് ആ തീപിടുത്തമുണ്ടായ ഒരു സാഹചര്യം അറിയാൻ കഴിഞ്ഞില്ലാതെ പോയി എന്നുള്ളതാണ്? അമ്മ നിലവിളിക്കുന്നതാണ് ഇവിടെ നാട്ടുകാർ വന്നപ്പോൾ കണ്ടത്. താഴത്തെ നിലയിൽ ആയിരുന്നു അമ്മ ഉണ്ടായിരുന്നത്. ഇവര് 4 പേർ തന്നെയല്ലേ വീടിന് റൂമിനുള്ളിൽ? മുകളിൽ 4 പേർ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ നമുക്ക് റൂമിനുള്ളിൽ നിന്ന് മൃതദേഹങ്ങൾ പുറത്തിറക്കാനൊക്കെ കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു പരിശോധന? അത് പ്രാഥമിക പരിശോധന ഫോറൻസിക് ഒക്കെ നടത്തി ഇൻക്വസ്റ്റ് നടപടികളും ഫോറൻസിക് പരിശോധനകളും ഒക്കെ ചെയ്തിട്ടായിരിക്കും അതെടുക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. റോജി എം ജോൺ MLA ആണ് അതിൻ്റെ വിവരങ്ങൾ പങ്കുവച്ചത്. എന്താണെങ്കിലും ഞെട്ടിക്കുന്ന സംഭവമാണ്, ദാരുണമായിട്ടുള്ള കാര്യമാണ്. അങ്കമാലിയിൽ ഒരു കുടുംബത്തിലെ 4 പേർ വെന്തു മരിക്കുന്ന സാഹചര്യം. അമ്മ, അച്ഛൻ, 2 പിഞ്ചു കുഞ്ഞുങ്ങൾ എന്നുള്ളതാണ്. നവമി വീണ്ടും ചെയ്തു. നവമി, അപ്പോൾ MLA പറയുന്നത് പ്രകാരമാണെങ്കിൽ അത് ഷോർട്ട് സർക്യൂട്ട് സാധ്യതയല്ല എന്ന് കരുതണം. പ്രാഥമിക നിഗമനമാണ്, ഔദ്യോഗികമല്ല എങ്കിൽ പോലും. അപ്പോൾ അത് മറ്റൊരു സാധ്യതയായി കണക്കാക്കണം. എന്താണെങ്കിലും ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് ഇത്. ഏത് പ്രദേശത്താണ് ഈ കുടുംബത്തിന്? മറ്റെന്തെങ്കിലും ബാധ്യതകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നാട്ടുകാരെന്തെങ്കിലും പറയുന്നുണ്ട്? എന്തെങ്കിലും കാര്യങ്ങൾ ലഭ്യമാവുന്നുണ്ടോ അങ്ങനെ? എന്തോ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. അത് വരും മണിക്കൂറിൽ എന്തായാലും നമുക്ക് അതിന്റെ എന്താണ് ഇത്തരത്തിലൊരു ഷോർട്ട് സർക്യൂട്ട് അല്ല എങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ സൂചിപ്പിക്കാൻ കഴിയുമോ എന്ന് നമുക്കിപ്പോൾ ഉറച്ചു പറയാൻ കഴിയില്ല. കാരണം അത് പോലീസാണ് കൂടുതൽ സ്ഥിരീകരിക്കേണ്ടത്. എന്തായാലും MLA പറഞ്ഞത് പ്രകാരം ഇത് ഷോർട്ട് സർക്യൂട്ട് അല്ല എന്നുള്ളൊരു പ്രാഥമികമായിട്ടുള്ളൊരു വിലയിരുത്തൽ പോലീസിന്റെ ഭാഗത്തു നിന്നും എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ എന്താണ് ഇത്തരത്തിലൊരു ഇങ്ങനെ തീപിടുത്തത്തിന് കാരണമെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. എന്തായാലും പോലീസും വിരലടയാള വിദഗ്ധരും അടക്കം അവിടെ എത്തി പരിശോധിച്ചു വരികയാണ്. വീട്ടിൽ ബിനോയുടെ അമ്മയും ഉണ്ടായിരുന്നു, ബിനീഷിന്റെ അമ്മയും ഉണ്ടായിരുന്നു. അമ്മ ഓടി പുറത്തിറങ്ങി നിലവിളിക്കുന്നത് കണ്ടാണ് നാട്ടുകാർ ഫയർഫോഴ്സിനെ വിളിച്ച് ഈ സംഭവം തീ അണച്ചത്. അതിനുശേഷമാണ് ഇവരെ 4 പേരെയും വീട്ടിനുള്ളിൽ മരിച്ച നിലയിലും കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഇത് സംഭവം നടക്കുന്നത് അങ്കമാലിയിലാണ്. അങ്കമാലി പറക്കുളത്താണ് ഇവരുടെ വീട്. ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ളൊരു സാമ്പത്തിക പ്രതിസന്ധിയാണോ, ഇതൊരു ആത്മഹത്യയാണോ എന്നുള്ളതിലാണ് ഇനി എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നുള്ളതാണ് ഇനി കണ്ടെത്തേണ്ടത്. പരിശോധന തുടരുകയാണ്. ഉടൻ തന്നെ നമുക്ക് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ കഴിയും. എന്തായാലും വളരെ ദാരുണമായൊരു സംഭവമായി പോയി. 2 പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയാണ് വെന്ത് മരിച്ചിരിക്കുന്നത്. തുടക്കത്തിൽ ഈ ജാതിക്കയിലെ ഡ്രയറിൽ നിന്നുണ്ടായ തീപിടുത്തമാണെന്നുള്ളൊരു വിലയിരുത്തലായിരുന്നു ഈ ഫയർഫോഴ്സും നാട്ടുകാരും ഒക്കെ പ്രകടിപ്പിച്ചത്. പക്ഷേ പോലീസ് എത്തി പരിശോധിച്ചപ്പോൾ അങ്ങനെ ഒരു സംഭവമല്ല എന്ന് സ്ഥിരീകരിച്ചു. പിന്നീടുള്ളൊരു സാധ്യത ഷോർട്ട് സർക്യൂട്ട് ആകാനാണ്. പക്ഷെ ഇപ്പോൾ പോലീസും അത് നിരസിക്കുന്നുണ്ട്. ഷോർട്ട് സർക്യൂട്ട് അല്ല, ഇനി മറ്റേതെങ്കിലും തരത്തിലുള്ളൊരു ദുരൂഹതയുണ്ടോ അല്ല ഇവർ ആത്മഹത്യയാണോ എന്നതും ഇനി സ്ഥിരീകരിക്കേണ്ടതുണ്ട്. എന്തായാലും പോലീസ് അല്പസമയത്തിനുള്ളിൽ അതിൽ നമുക്കൊരു വ്യക്തത വരികയും ചെയ്യും. എന്തായാലും ബിനീഷിന്റെ അമ്മയും സംഭവ സമയത്ത് ഉണ്ടായിരുന്നു. അവർ നിലവിളിക്കുന്നത് കണ്ടാണ് നാട്ടുകാരെത്തി ഫയർഫോഴ്സ് തീ അണച്ചിരിക്കുന്നത്. എന്തായാലും 2 പിഞ്ചു കുഞ്ഞുങ്ങൾ, മൂത്തത് മകളാണ്, മകള് 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു, രണ്ടാമത്തത് മകനാണ്, LKG ഇപ്പോൾ ചേർന്നതേ ഉള്ളൂ. അങ്ങനെ 2 പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവനും കൂടിയാണ് നഷ്ടമായിരിക്കുന്നത്. എന്തായാലും വളരെ ദാരുണമായൊരു സംഭവം തന്നെയാണ് രാവിലെ നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടിയിരിക്കുന്നത്. എൽദോ, ശരി നവമി, എന്നുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകട്ടെ. നമുക്ക് വരും സമയങ്ങളിലും അതിൻ്റെ വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് അതിലേക്ക് പോകാം. മറ്റൊരു മരണവാർത്ത കൂടി എത്തുന്നു. അത് മറ്റാരുമല്ല, നിർമ്മാതാവും മാധ്യമ അധികായനുമായിട്ടുള്ള രാമോജി റാവു അന്തരിച്ചു. 87 വയസ്സായിരുന്നു. ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഹൈദരാബാദിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ഹൈദരാബാദിലെ രാമോജി റാവു ഫിലിം സിറ്റിയുടെ സ്ഥാപകനാണ്. മനു ഭരത് ചേരുന്നു. മനു, ചെറുകരി രാമോജി റാവു എന്നറിയപ്പെടുന്ന രാമോജി റാവു ഇന്ത്യ അദ്ദേഹത്തെ പത്മവിഭൂഷണൊക്കെ നൽകി ആദരിച്ചിട്ടുള്ളതാണ്. എങ്ങനെയാണ് മരണം? എപ്പോഴാണ് സംഭവിച്ചത്?
മനു കേൾക്കാമോ? ഓക്കെ, ചെറുകുരി രാമോജി റാവു എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ രാമോജി റാവു ഇന്ത്യൻ വ്യവസായി, നിർമ്മാതാവ്, സാഹിത്യകാരൻ, സംരംഭകൻ, അങ്ങനെ പല മേഖലയിൽ തിളങ്ങിയ രാമോജി റാവുവിൻ്റെ മരണം ഇന്ന് രാവിലെയാണ് പുറത്തേക്ക് വരുന്നത്. 1983 ഉഷാകിരൺ മൂവീസ് എന്നുള്ള ഒരു സ്ഥാപനം അദ്ദേഹം തുടങ്ങിയിരുന്നു. അതിൻ്റെ തലവനാണ്. പിന്നീട് എല്ലാവരും ഇപ്പോൾ യാത്ര പോകുന്ന രാമോജി റാവു ഫിലിം സിറ്റി അത്ഭുതമാണത്. ആ ഫിലിം സിറ്റിയുടെ സ്ഥാപകനാണ്. അങ്ങനെ ഇന്ത്യയിൽ നിർണായകമായിട്ടുള്ള ഒരു പൗരപ്രമുഖൻ്റെ മരണമാണ്. വ്യവസായിയാണ്, സംരംഭകനാണ്, ചലച്ചിത്ര പ്രവർത്തകനാണ്. അങ്ങനെ എല്ലാ വിധത്തിലും തിളങ്ങിയ രാമോജി റാവുവിൻ്റെ മരണം ഇന്ന് രാവിലെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. മനുഭരത് അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. പത്രപ്രവർത്തനത്തിലും സാഹിത്യരംഗത്തും ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ മുദ്രകൾ അദ്ദേഹം പതിപ്പിച്ചിട്ടുണ്ട്. ആഗ്രഹം അദ്ദേഹം വളരെ ഗൗരവത്തോടെ കാണുകയും പിന്നീട് അവരെക്കുറിച്ചൊരു സിനിമ നിർമ്മിക്കാനും അദ്ദേഹം തീരുമാനിച്ചത്. മലയാളികളൊക്കെ വലിയ തോതിൽ ഈ മയൂരി എന്ന ചിത്രം വളരെ ആസ്വദിക്കുകയും അത് ഓർമ്മയിൽ സൂക്ഷിക്കുകയും ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഈ മൗന പോരാട്ടം, അതുപോലെ ചിത്രം, നവ്വേ കാവാലി തുടങ്ങിയ ഒട്ടനവധി സിനിമകൾ രാമോജി റാവു നിർമ്മിച്ചത് വലിയ തോതിൽ ആളുകൾ ഓർമ്മിക്കുന്ന ഒന്നാണ്. രാജ്യം പത്മവിഭൂഷൺ നൽകി അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. ഒട്ടനവധി മേഖലകളിൽ അദ്ദേഹത്തിന്റെ സംഭാവനകൾ അദ്ദേഹം നൽകിയിരുന്നു. ഒരു കാർഷിക കുടുംബത്തിൽ ജനിക്കുകയും പിന്നീട് തന്റെ വൈഭവം കൊണ്ട് തന്നെ അദ്ദേഹം പല മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചു. രാഷ്ട്രീയ രംഗവുമായൊക്കെ അദ്ദേഹം വലിയ അടുപ്പം അദ്ദേഹം സ്വീകരിച്ചിരുന്നു. രാമോജി റാവുവിന്റെ കാര്യങ്ങൾ ഓർക്കുകയാണെങ്കിൽ 2020 ഈ കോവിഡ് മഹാമാരിയുടെ ഒരു സമയത്തുമൊക്കെ അദ്ദേഹം ദുരിതാശ്വാസ നിധിയിലേക്ക്, പ്രത്യേകിച്ച് തെലങ്കാന, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിമാരുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വലിയ തുക സംഭാവന ചെയ്തുകൊണ്ടൊരു മനുഷ്യസ്നേഹിയാണ് താൻ എന്ന് തെളിയിച്ചു. അതുപോലെ തന്നെ വൈറസിനെതിരെയുള്ള പോരാട്ടത്തിൽ സംസ്ഥാനങ്ങളോടൊപ്പം രാമോജി റാവു തന്നാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ട് അവിടെ രംഗത്തുണ്ടായിരുന്നു. 2015 രാമോജി റാവു ഹൈദരാബാദിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ രാമോജി സിറ്റിക്ക് സമീപം ഓം സ്പിരിച്വൽ സിറ്റി നിർമ്മിക്കാനുള്ള ഒരു പദ്ധതിയൊക്കെ പ്രഖ്യാപിച്ചിരുന്നു. രാജ്യത്തുടനീളമുള്ള 108 ക്ഷേത്രങ്ങളുടെ പകർപ്പുകൾ ഈ നഗരത്തിൽ ഉണ്ടാകുമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. ഏതായാലും നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം തന്നെ ഒരു തീരാ നഷ്ടമാണ് രാമോജി റാവുവിന്റെ വിയോഗം എന്ന് വ്യക്തമാണ്. ഓക്കെ, മാധ്യമ ഭീമൻ, അല്ലെങ്കിൽ ചലച്ചിത്ര പ്രവർത്തകൻ, സംരംഭകൻ, ഇത്തരത്തിലൊക്കെ പ്രശസ്തനായിട്ടുള്ള രാമോജി റാവുവിൻ്റെ മരണവിവരമാണ് ഇപ്പോൾ രാവിലെ പുറത്തു വരുന്നത്. ശ്വാസതടസ്സങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 87-ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. രാമോജി റാവു ഫിലിം സിറ്റി സ്ഥാപകനാണ്.
ETV, ഈനാട് ഉൾപ്പെടെയുള്ള വൻകിട മാധ്യമ സ്ഥാപനങ്ങളുടെ ഉടമയാണ്. അങ്ങനെ പലതരത്തിൽ പല മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച രാമോജി റാവുവിൻ്റെ മരണവാർത്ത ഇന്ന് രാവിലെ പുറത്തേക്ക് വരുന്നു ഹൈദരാബാദിൽ നിന്ന്. കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് നമുക്ക് എത്താം, ഇടവേളയ്ക്ക് ശേഷം. അതുപോലെ സാവിത്രി താക്കൂർ മധ്യപ്രദേശിലെ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ചത്. സാവിത്രി തൊട്ടടുത്ത കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ 2 ലക്ഷത്തിലധികം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയ സ്ഥാനാർത്ഥിയാണ്. ഒപ്പം ശിവരാജ് സിംഗ് ചൗഹാന് ഒരു പ്രധാനപ്പെട്ട വകുപ്പ് ഉണ്ടാകും എന്ന് ഏറെക്കുറെ വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ VD ശർമ്മ മധ്യപ്രദേശിൽ നിന്നുള്ള BJP അധ്യക്ഷനാണ്. മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പിൽ കിട്ടും എന്ന് വ്യക്തമാണ്. ബീഹാറിൽ നിന്നുള്ള നിത്യാനന്ദ റായും ജനാർദ്ദൻ സിംഗ് സിഗ്രിവാളും ആണ് ഈ പട്ടികയിൽ ഉള്ള പ്രമുഖർ. ജനാർദ്ദനൻ സിംഗ് സിഗ്രിവാൾ മഹാരാജ്ഗഞ്ച് ലോക്സഭയിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ച നേതാവാണ്. ലലൻ സിംഗ് ആണ് JDUവിൽ നിന്ന് തീർച്ചയായും മന്ത്രി പദത്തിലേക്ക് എത്തുന്ന മറ്റൊരാൾ. ജിതിൻ റാം മാഞ്ചിയെ സ്വാഭാവികമായി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തും. ജിതിൻ റാം മാഞ്ചി ഹിന്ദുസ്ഥാനി അവാം മോർച്ച നേതാവ് എന്ന നിലയിലും NDAയുടെ പ്രധാന ഘടകകക്ഷി എന്ന നിലയിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാണ്. ഗയാ മണ്ഡലത്തിൽ നിന്നാണ് ജിതിൻ റാം മാഞ്ചി വിജയിച്ചു കയറിയത്. ചിരാഗ് പാസ്വാൻ സ്വാഭാവികമായും മന്ത്രിസഭയിലെത്തും. ചിരാഗ് പാസ്വാൻ്റെ LJPക്ക് നൽകിയ എല്ലാ സീറ്റുകളിലും അവർ വിജയിച്ചു എന്നത് ഒരു നേട്ടമാകുന്നു. അതുപോലെ തന്നെ RLD നേതാവ് ജയന്ത് ചൗധരിയും ഈ മന്ത്രിസഭയിൽ ഉണ്ടാകും. മറ്റ് നിരവധി പുതുമുഖങ്ങൾക്കും അവസരങ്ങൾ ലഭിക്കും എന്നാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. सभी NDA के साथियों ने राष्ट्रपति जी को इसकी जानकारी दी और राष्ट्रपति जी ने मुझे अभी बुलाया था और मुझे प्रधानमंत्री डेजिग्नेटेड के रूप में काम कर एक नियुक्ति दी है और मुझे शपथ समारोह के लिए മോർണിംഗ് വൈബ്സ് തുടരുകയാണ്. രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച ഇടതുമുന്നണിയിലെ ചർച്ചകൾ ഇന്ന് ആരംഭിക്കും. CPM CPI ഉഭയകക്ഷി ചർച്ച ഇന്ന് നടക്കും. രാവിലെ 9:30 AKG സെന്ററിലാണ് ചർച്ച. 2 ദിവസം കൊണ്ട് സീറ്റ് വിഭജനത്തിൽ ധാരണ ഉണ്ടാക്കാമെന്നുള്ളതാണ് പ്രതീക്ഷ. സീറ്റ് ധാരണ ഉണ്ടാക്കാനായി മുഖ്യമന്ത്രിയെയും പാർട്ടി സെക്രട്ടറിയെയും CPM സെക്രട്ടറി ചുമതലപ്പെടുത്തി. അടുത്ത ദിവസം കേരള കോൺഗ്രസുമായും സീറ്റ് ആവശ്യമുന്നയിച്ച മറ്റ് കക്ഷികളുമായും CPM ചർച്ച നടത്തും. തിങ്കളാഴ്ച ചേരുന്ന LDF യോഗത്തിൽ സീറ്റ് വിഭജനം അതിൽ പ്രഖ്യാപനമുണ്ടാകുമെന്നുള്ളതാണ്. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ജനകീയമാക്കാൻ പാർട്ടിയും സർക്കാരും ഒരുമിച്ച് നീങ്ങാൻ CPMൽ നിർദ്ദേശം. സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് കൂടി ബോധ്യമാവുന്ന തരത്തിലാകണം ഇടപെടലുകൾ. പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കാനും CPM സർക്കാരിന് നിർദ്ദേശം നൽകി. തോൽവിയുടെ കാരണങ്ങൾ കണ്ടെത്തി തിരിച്ചടി മറികടക്കാനുള്ള വഴികൾ തേടുകയാണ് CPM. ജനക്ഷേമ പദ്ധതികൾ സർക്കാർ നടപ്പാക്കി. എന്നാൽ അതൊന്നും വേണ്ടവിധം ജനങ്ങളിലേക്ക് എത്താത്തതാണ് തിരിച്ചടിയുടെ കാരണമെന്നാണ് CPMന്റെ വിലയിരുത്തൽ. ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തിയാൽ പോരാ, അത് ജനങ്ങൾക്ക് അനുഭവവേദ്യമാകണമെന്നാണ് സർക്കാരിന് CPM നൽകുന്ന ഉപദേശം. അതിന് പാർട്ടിയും സർക്കാരും ഒരുമിച്ച് നീങ്ങണം. സർക്കാർ തലത്തിൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ മുഖ്യമന്ത്രിയെ CPM ചുമതലപ്പെടുത്തി. പാർട്ടി ചെയ്യേണ്ട കാര്യങ്ങൾ അടുത്തയാഴ്ച ചേരുന്ന നേതൃയോഗത്തിൽ തീരുമാനിക്കും. സർക്കാരിന്റെ പദ്ധതികൾ കൂടുതൽ ജനകീയമാക്കണം. പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതിന് പകരം ഏറ്റെടുത്തവ പൂർത്തിയാക്കണം. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ വേഗം വേണം. ഓരോന്നിന്റെയും പ്രാധാന്യം തിരിച്ചറിഞ്ഞ് കൃത്യമായ മുൻഗണന നൽകി വേണം പദ്ധതികൾ നടപ്പിലാക്കാൻ. ഒപ്പം നിൽക്കുന്ന വിവിധ ജനവിഭാഗങ്ങളുടെ വിശ്വാസമുറപ്പിക്കാൻ, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സമയബന്ധിതമായ ഇടപെടലുകൾ നടത്തണം. ജീവനക്കാരുടെ ആനുകൂല്യവും പെൻഷനും ക്ഷേമ പെൻഷനും അടക്കമുള്ള പ്രശ്നങ്ങളിൽ എത്രയും വേഗം പരിഹാരമുണ്ടാക്കാനും പാർട്ടി സർക്കാരിന് നിർദ്ദേശം നൽകി. ക്ഷേമ പെൻഷൻ കുടിശ്ശികയും സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും ആനുകൂല്യങ്ങളും മുടങ്ങിയതും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്നാണ് CPMന്റെ പ്രാഥമിക വിലയിരുത്തൽ. ന്യൂസ് 18 തിരുവനന്തപുരം. യേശുക്രിസ്തുവിന്റെ ചിത്രത്തിന് പകരം സുരേഷ് ഗോപിയുടെ ചിത്രം ചേർത്ത് ഫേസ്ബുക്ക് പോസ്റ്റിട്ട CPM സഹയാത്രികനെതിരെ പ്രതിഷേധവുമായി കേരള കോൺഗ്രസ് എം. ഇടത് സഹയാത്രികനായ റെജി ലൂക്കോസിനെതിരെയാണ് യൂത്ത് ഫ്രണ്ട് എം പോലീസിൽ പരാതി നൽകിയത്. ക്രിസ്തുവിന്റെ ചിത്രം മോർഫ് ചെയ്ത് ക്രൈസ്തവ
വിശ്വാസത്തെ അവഹേളിച്ചുവെന്നും ഇത്തരം പ്രവർത്തനങ്ങൾ അത് ദൗർഭാഗ്യകരമാണ് എന്നും കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും യൂത്ത് ഫ്രണ്ട് ആവശ്യപ്പെടുന്നു. യൂത്ത് ഫ്രണ്ട് ജില്ലാ കമ്മിറ്റി തൃശൂർ സൈബർ സെല്ലിലാണ് പരാതി നൽകിയത്. യാക്കോബായ സഭ നിരണം മുൻ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ കൂറിലോസിനെതിരെ മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനയിൽ വിവാദം പുകയുകയാണ്. വിവിധ ക്രൈസ്തവ സഭാവിഭാഗങ്ങൾ മുഖ്യമന്ത്രിയുടെ നിലപാടിനെതിരെ രംഗത്തെത്തി. പ്രതിപക്ഷ നേതാക്കളും പ്രസ്താവന തിരുത്തണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്ന് കൂടുതൽ പ്രതികരണങ്ങൾക്ക് സാധ്യതയുമുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ ഇടത് കേന്ദ്രങ്ങളിൽ നിന്നും പ്രതിഷേധമുയരുകയാണ്. പ്രസ്താവനയ്ക്കെതിരെ തിരുവല്ല ഏരിയ കമ്മിറ്റി അംഗം കെ പ്രകാശ് ബാബുവും രംഗത്തെത്തി. വിമർശകരെല്ലാം ശത്രുക്കളല്ല എന്ന് കെ പ്രകാശ് ബാബു ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. ശശിനാരായണൻ ചേരുന്നു ഈ വിവരങ്ങളുമായി വാർത്തയുടെ. ശശിനാരായണൻ, ഈ കൂറിലോസ് തിരുമേനി അദ്ദേഹം ഒരു ഇടത് സഹയാത്രികനായ ഇടത് പക്ഷം ചേർത്ത് പിടിക്കുന്ന ആളാണെന്നുള്ള ഒരു പൊതുവിലയിരുത്തലുള്ള സാഹചര്യം കൂടിയുണ്ട്. അവിടെയാണ് വിവരദോഷി എന്നുള്ളൊരു പരാമർശം മുഖ്യമന്ത്രിയുടെ തന്നെ വായിൽ നിന്നും ഉണ്ടാകുന്നത്. എങ്ങനെയാണ് ഈ ക്രിസ്ത്യൻ സഭകൾ, പ്രത്യേകിച്ചും ക്രിസ്ത്യൻ വോട്ടുകൾ ഒരുപാട് CPM നിന്ന് വിട്ടുപോയി എന്നുള്ള കണക്കുകൂട്ടലുകൾ വരുന്ന പശ്ചാത്തലത്തിൽ കൂടി അതിനെ ചേർത്ത് വായിക്കണം. എങ്ങനെയാണ് ക്രൈസ്തവ സഭകൾ ഇതിനോട് പ്രതികരിക്കുന്നത്? കഴിഞ്ഞ ദിവസമാണ് ഗീവർഗീസ് മാർ കൂറിലോസ് മുഖ്യമന്ത്രിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ടത്. അത് പ്രധാനമായും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ പരാജയത്തിന് കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഗീവർഗീസ് ഇതുപോലെ വലിയ വിവാദമായ ഒരു പരാമർശം നടത്തിയത്. വിവരദോഷി ആയ ഒരു പുരോഹിതൻ എന്ന ഒരു പരാമർശം വലിയ തോതിൽ ക്രിസ്തീയ സഭക്കെതിരെയും സഭാ പ്രവർത്തകർക്കിടയിലും ഒരു അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പല കോണുകളിൽ നിന്നും ഇതിനെതിരെ വിമർശനങ്ങളും ഉയരുന്നുണ്ട്. സാധാരണപ്പെട്ട ആളുകളോടൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഗീവർഗീസ് മാർ കൂറിലോസ്. ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം നമ്മൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ സഭയുടെ നേതൃത്വത്തിൽ നിന്ന് തന്നെ എതിർപ്പുകൾ ഉണ്ടായിട്ടും പലപ്പോഴും അത്തരം ഇടത് സഹയാത്രികരായി സഞ്ചരിക്കുകയും ഒപ്പം അത്തരം പ്രസ്ഥാനങ്ങൾ ഫേസ്ബുക്കിൽ കുറിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് കൂറിലോസ്. സാധാരണപ്പെട്ട ആളുകളോടൊപ്പം നടക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ സാധാരണ രീതിയിൽ വിമർശനം എന്ന നിലയ്ക്കാണ് ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. പക്ഷെ അതിനെതിരെ മുഖ്യമന്ത്രി നടത്തിയ പരാമർശമാണ് ക്രൈസ്തവ സഭയിലെ അധ്യക്ഷന്മാർക്ക്, അതുപോലെ തന്നെ വിശ്വാസികളും സാധാരണപ്പെട്ട ആളുകളും പ്രവർത്തകരും ഒക്കെ ഇടത് കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉയരുന്നു. തിരുവല്ല ഏരിയ കമ്മിറ്റി CPM തിരുവല്ല ഏരിയ കമ്മിറ്റി കെ പ്രകാശ് ബാബു ഇന്നലെ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്: വിമർശകരെല്ലാം ശത്രുക്കളല്ല എന്നാണ് അദ്ദേഹം പരാമർശിച്ചത്. ഇത്തരത്തിൽ പല കോണുകളിൽ നിന്നും മുഖ്യമന്ത്രിക്കെതിരെ ഈ പുരോഹിതനെ വിവരദോഷി എന്ന് വിളിച്ച് ആക്ഷേപിച്ചതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്. നേരത്തെ നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ പരാമർശം ക്രിസ്തീയ വിഭാഗങ്ങൾക്ക് വളരെ വേദന ഉണ്ടാക്കിയ രീതിയിൽ പരാമർശം നേരത്തെയും ഉണ്ടായിരുന്നു. അതിനുശേഷം കൂറിലോസിനെതിരെ ഉണ്ടായ പരാമർശം വലിയ തോതിൽ വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. അത് ഫേസ്ബുക്കിലൂടെയും നേരിട്ടും അല്ലാതെയും പ്രകടിപ്പിക്കുകയാണ്. എൽദോ റൈറ്റ്, വലിയ പ്രതിഷേധം, വലിയ വിമർശനം ഉയരുന്നു. ഇന്നലെ പിണറായി സർക്കാരിൻ്റെ പ്രോഗ്രസ് കാർഡ് സമർപ്പണ വേദിയിൽ പുരോഹിതരിലും വിവരദോഷികൾ ഉണ്ടാകാമെന്നുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പരാമർശം അത് ഗീവർഗീസ് മാർ കൂറിലോസിൻ്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിൽ വലിയ ചർച്ചകൾ അത് ഇനിയും വരും മണിക്കൂറിലും അത്തരത്തിലുണ്ടാകും. പ്രത്യേകിച്ചും പ്രതിപക്ഷം അതിനെ ഏറ്റെടുക്കുന്നു. ക്രിസ്ത്യൻ സംഘടനകൾ അതിനെ ഏറ്റെടുക്കുന്നു. ഈ സാമൂഹ്യ രംഗത്തൊക്കെ വളരെ സജീവമായി നിന്ന ഒരു പുരോഹിതൻ കൂടിയാണ് ഗീവർഗീസ് മാർ കൂറിലോസ്. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രതികരണങ്ങൾക്ക് സാധ്യതയും വരും മണിക്കൂറിൽ ഉണ്ടാകും. ശശിനാരായണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അതിനിടയിൽ ഒരു ഫേസ്ബുക്ക് കമൻറ്റ്, യൂട്യൂബിലെ കമൻറ്റ് സനോജ് ജോൺ ആണ്. ഗുഡ് മോർണിംഗ് മൈ ഡിയർ വിവരദോഷി ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി, ഹാവ് എ ഗ്രേറ്റ് ഡേ. സനോജ് എന്തായാലും ഗുഡ് മോർണിംഗ്, അത്രമാത്രം മറുപടി. കളമശ്ശേരിയിൽ യുവതിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതിനെ തുടർന്ന് ഭീതിയിലാണ് കൊച്ചി നിവാസികൾ. ജോലി കഴിഞ്ഞ് റോഡിലൂടെ നടന്നു പോകുമ്പോഴാണ് കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തിയത്. 5 പേർ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. വിവരങ്ങളുമായി നവമി ആണ് ചേർന്നത്. നവമി, ഇതെപ്പോഴാണ് സംഭവം? ഇന്നലെ വൈകുന്നേരം 4 മണിയോടെയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. HMT ജംഗ്ഷന് സമീപത്തെ ബ്യൂട്ടി പാർലറിൽ നിന്നും TVS ജംഗ്ഷന് സമീപമുള്ള ഭർത്താവ് ജോലി ചെയ്യുന്ന സ്വകാര്യ സ്ഥാപനത്തിലേക്ക് നടന്നു പോവുകയായിരുന്നു യുവതി. ഈ സമയമാണ് കാറിലെത്തിയ 5 അംഗ സംഘം യുവതിയോട് ആദ്യം അപമര്യാദയിൽ പെരുമാറുകയും പിന്നീട്
കാറിലേക്ക് വലിച്ചു കയറ്റാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതിന് ഈ ഒരു ഈ സമയത്ത് യുവതി ചിതറി ഓടുകയായിരുന്നു. ഈ ഓടി പരിഭ്രമിച്ച് തന്റെ ഭർത്താവ് ജോലി ചെയ്യുന്ന കാർ ഷോറൂമിലെത്തി ഭർത്താവിനോട് വിവരം പറഞ്ഞു. ഉടൻ തന്നെ ഭർത്താവും സുഹൃത്തുക്കളും ബൈക്കുകളിലെത്തി ഈ സംഘം പോയ വഴി പിന്തുടർന്നു. അതിനുശേഷം ഒരു ജംഗ്ഷനിൽ വെച്ച് കാറ് കണ്ടെത്തുകയും തുടർന്ന് ഈ കാറ് പിടിക്കുകയും ചെയ്തു. ഇവർ ഫോളോ ചെയ്യുന്ന കണ്ടിട്ട്, അതായത് ഈ ഇരുചക്ര വാഹനത്തിൽ ഈ ഭർത്താവും ബാക്കിയുള്ള സുഹൃത്തുക്കളും ഫോളോ ചെയ്യുന്ന കണ്ടിട്ട് ഇവരെ കാറിടിച്ച് വീഴ്ത്താനും അപകടത്തിൽപ്പെടുത്തുവാനും ഇവർ ശ്രമമുണ്ടായി. എന്തായാലും ബലപ്രയോഗത്തിലൂടെ നാല് പേരെയാണ് പിടികൂടിയത്. ഒരാൾ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. പിന്നീട് പോലീസ് എത്തി ഇവരെ 4 പേരെയും കൈമാറി. കൊച്ചി എയർപോർട്ടിൽ, കൊച്ചിയിലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സുഹൃത്തിനെ യാത്രയാക്കിയ ശേഷം കൊച്ചി നഗരം കാണാൻ എത്തിയ യുവാക്കളാണെന്നാണ് പോലീസ് പറയുന്നത്. ഇവർ 4 പേരും തൃശൂർ വടക്കഞ്ചേരി സ്വദേശികളാണ്. ഇവർ മദ്യപിച്ചിട്ടുണ്ടെന്നും പോലീസിന് മനസ്സിലായിട്ടുണ്ട്. എന്തായാലും ഒരാളെ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. ഈ സമയത്ത് ഒരാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇയാളെ ഉടൻ പിടികൂടും. അതേസമയം അതോടൊപ്പം തന്നെ ഈ ഉപയോഗിച്ച കാറും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. എന്തോ ഈ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം അത് ഈ ഭർത്താവിന്റെ സ്ഥാപനത്തിന് മുന്നിൽ തന്നെ വെച്ചായിരുന്നു. അതാണ് രക്ഷയെന്ന് തോന്നുന്നു. എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ ഒരു ഇടപെടൽ ഉണ്ടാകാൻ അവിടെ സാധിച്ചിരുന്നു അല്ലേ? അതെ, തീർച്ചയായും എൽദോ. അതായത് ഈ ബ്യൂട്ടി പാർലറിൽ നിന്നും അടുത്ത് തന്നെ കളമശ്ശേരിയിൽ തന്നെയായിരുന്നു ഭർത്താവ് ജോലി ചെയ്തിരുന്ന കാർ ഷോറൂം. അവിടേക്ക് എത്തുന്ന സമയത്താണ് ഇത്തരത്തിൽ കാറിലെത്തിയ ഈ 5 അംഗ സംഘം യുവതിയോട് അപമര്യാദയായി പെരുമാറുകയും പിന്നീട് കയ്യിൽ കയറി പിടിക്കുകയും ചെയ്തു. കൈ തട്ടി മാറ്റി നിലവിളിച്ചുകൊണ്ടാണ് യുവതി ഭർത്താവിന്റെ ഓഫീസിലേക്ക് ഓടിക്കയറിയത്. ഉടൻ തന്നെ ഭർത്താവിനോട് വിവരം പറയുകയും ഇവർ സുഹൃത്തുക്കളും ഒത്ത് ഇരുചക്ര വാഹനത്തിൽ ഈ കാറിനെ പെട്ടെന്ന് ചേസ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ കാറിലുള്ളവർ ഈ പെൺകുട്ടി ഓടിയത് കണ്ട് പിന്നീട് അല്പം സമാധാനത്തോടെ വണ്ടി ഓടിച്ച് പോയത് കൊണ്ടായിരിക്കും പെട്ടെന്ന് ഇവരെ പിടികൂടാൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ സിഗ്നൽ കിട്ടി. ഇവർ സിഗ്നലിൽ കിടന്നത് കൊണ്ടാണ് പെട്ടെന്ന് ഈ ഭർത്താവും യുവാക്കളും ചേർന്ന് ഇവരെ വളഞ്ഞിട്ട് പിടികൂടിയതും. ആ സമയത്ത് തന്നെ നാട്ടുകാരും ഇവരെ സഹായിക്കാനായി എത്തിയിട്ടുണ്ടായിരുന്നു. ഈ നാട്ടുകാരും ഇവരും കൂടിയാണ് ഈ 4 പേരെയും പിടികൂടിയത്. അതിൽ ഒരാൾ ഓടി രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അയാളെ ഉടൻ പിടികൂടുമെന്നാണ് കളമശ്ശേരി പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. പോലീസ് സംഭവ സമയത്ത് തന്നെ അവിടെ എത്തുകയും ഈ യുവാക്കളെ കൈമാറുകയും ചെയ്തു. പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ കാറും ഈ 4 പേരെയുമാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഒരാളെ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും രാത്രി പൊതു ഇടങ്ങളിൽ പോലും സ്ത്രീകൾക്ക് സുരക്ഷിതമല്ല എന്ന് പറയുമ്പോൾ തന്നെ പകല് പോലും സമാധാനത്തിൽ റോഡിൽ ഇറങ്ങി നടക്കാൻ കഴിയാത്തൊരവസ്ഥ കൂടിയാണ് ഇതോടുകൂടി ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ അറിയുന്നതും. എൽദോ. റൈറ്റ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. എന്നാലും ഞെട്ടിക്കുന്ന സംഭവങ്ങൾ കൊച്ചിയിൽ നിന്ന് വീണ്ടും വന്നുകൊണ്ടേയിരിക്കുന്നു. കൊച്ചിയിലെ ജനങ്ങൾക്ക് അതിലൊരു ഭീതി ഉണ്ടാവുക സ്വാഭാവികവുമാണ്. സംസ്ഥാനത്ത് 64 ഡോക്ടർമാർക്ക് സ്വകാര്യ പ്രാക്ടീസ് ഉണ്ടെന്ന് കണ്ടെത്തൽ. വിവിധ മെഡിക്കൽ കോളേജുകളിലെ 19 ഡോക്ടർമാരും സ്വകാര്യ പ്രാക്ടീസ് ചെയ്യുന്നു. പകരം കിട്ടുന്ന പ്രത്യേക ഭത്തയും വാങ്ങിയ ശേഷമാണ് സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. അടിസ്ഥാന ശമ്പളത്തിന്റെ 4/1 പ്രത്യേക ഭത്തയായി കൈപ്പറ്റുന്നത്. ഓപ്പറേഷൻ പ്രൈവറ്റ് പ്രാക്ടീസ് എന്ന വിജിലൻസ് പരിശോധനയിലാണ് സ്വകാര്യ പ്രാക്ടീസ് കണ്ടെത്തിയത്. ഡോക്ടർമാരുടെ വിശദ വിവരം സർക്കാർ നൽകുമെന്ന് വിജിലൻസ് അറിയിച്ചു. ഓക്കെ, ഇനി കൂടുതൽ വാർത്തകളിലേക്ക് എത്താം. ഒരിടവേള കൂടി. और मंत्रिपरिषद के सदस्यों के सूची के लिए उन्होंने सूचित किया है. मोटे तौर पर मैंने राष्ट्रपति जी को कहा है कि हमें 9 तारीख शाम को सुविधा रहेगी. अब बाकी डिटेल तो राष्ट्रपति भवन वर्कआउट करेगा और हम तब तक मंत्रिपरिषद की सूची राष्ट्रपति जी को सुपुर्द करेंगे. उसके बाद शपथ समारोह होगा. സ്വാഭാവികമായ നടപടിക്രമങ്ങളാണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന നിലയിൽ BJPയെ തന്നെയാണ് സർക്കാർ ഉണ്ടാക്കുന്നതിനായി ക്ഷണിക്കേണ്ടത്. ഒപ്പം തന്നെ മുന്നണി എന്ന നിലയിലും ഏറ്റവും വലിയ മുന്നണിയും NDA ആണ്. ഈ വിവരങ്ങളാണ് പ്രധാനമന്ത്രി രാഷ്ട്രപതിയെ ധരിപ്പിച്ചത്. തുടർന്നാണ് രാഷ്ട്രപതി പ്രധാനമന്ത്രിയെ
നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയായി അല്ലെങ്കിൽ സർക്കാർ ഉണ്ടാക്കുന്നതിനായി സത്യപ്രതിജ്ഞ ചെയ്യാനൊക്കെ ആയി ക്ഷണിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഈ ഘടകകക്ഷികൾ വലിയ തോതിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് TDPയും JDUവും അവരുടെ മന്ത്രിസ്ഥാനങ്ങളെ സംബന്ധിച്ചുള്ള സമ്മർദ്ദം ഉണ്ട് എന്ന വിവരങ്ങൾ വരുന്നുണ്ട്. ഏതായാലും ഈ സമ്മർദ്ദങ്ങൾക്ക് വശംവദരാകാത്ത ഒരു നിലപാടാണ് BJP ഇപ്പോൾ സ്വീകരിക്കുന്നത്. TDPയുടെ ഒരു പ്രധാന ആവശ്യം സ്പീക്കർ പദവിയാണ്. നേരത്തെ GMC ബാലയോഗി സ്പീക്കറായി NDA സർക്കാരിൻ്റെ കാലത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഒരു സ്പീക്കർ പദവി താങ്കൾ ആഗ്രഹിക്കുന്നുവെന്ന് TDP വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ ഒരു ഡെപ്യൂട്ടി സ്പീക്കർ പദവി അവർക്ക് സ്വാഭാവികമായും നൽകാനുള്ളൊരു നീക്കമാണ് BJPക്ക് അകത്ത് നടക്കുന്നത്. ഏതായാലും പ്രതിരോധം, അതുപോലെ ആഭ്യന്തരം, വിദേശകാര്യം, ധനകാര്യം തുടങ്ങിയ വകുപ്പുകൾ മറ്റാർക്കും വിട്ടുകൊടുക്കേണ്ടതില്ല എന്നാണ് BJPയുടെ നിലപാട്. പഞ്ചായത്തി രാജ്, ഗ്രാമവികസനം JDUവിന് നൽകും. അതുപോലെ തന്നെ വ്യോമയാന വകുപ്പ് ആയിരിക്കും NCP അജിത് പവാർ വിഭാഗത്തിന് നൽകുക. ഷിൻഡെ വിഭാഗത്തിന് ഹെവി ഇൻഡസ്ട്രീസ്, വൻ വ്യവസായങ്ങൾ സംബന്ധിക്കുന്ന വകുപ്പ് നൽകും എന്നാണ് വ്യക്തമാക്കുന്നത്. കൃഷിയും അതുപോലെ ഇൻഫ്രാസ്ട്രക്ചറും യുവജന ക്ഷേമവും എല്ലാം BJP മന്ത്രിമാർ തന്നെ വരിക്കട്ടെ എന്ന നിലപാടാണ് ഉള്ളത്. ടൂറിസം, MSME, സയൻസ് ആൻഡ് ടെക്നോളജി, അതുപോലെ സ്കിൽ ഡെവലപ്മെൻറ്റ് തുടങ്ങിയ വകുപ്പുകൾ ഘടകകക്ഷികളുമായി പങ്കുവയ്ക്കാം എന്നൊരു നിലപാടുണ്ട്. ഈ കഴിഞ്ഞ സർക്കാർ ഉണ്ടായിരുന്ന 20 മന്ത്രിമാർ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. അതിൽ പ്രധാനി സ്മൃതി ഇറാനിയാണ്. അതുപോലെ V മുരളീധരൻ കേരളത്തിൽ പരാജയപ്പെട്ടു. രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് മത്സരിച്ച് പരാജയപ്പെട്ടു. അജയ് കുമാർ മിശ്ര, അതുപോലെ സുഭാഷ് സർക്കാർ, കൈലേഷ് ചൗധരി, സഞ്ജീവ് ബാല്യാൻ, റാവ് സാഹിബ്, കൗശൽ കിഷോർ തുടങ്ങി 20ഓളം കേന്ദ്രമന്ത്രിമാരാണ് ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത്. അതുകൊണ്ട് സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൽ പുതിയ മുഖങ്ങൾക്ക് വലിയ അവസരങ്ങൾ ലഭിക്കും എന്നാണ് ഇപ്പോൾ ഏറെക്കുറെ വ്യക്തമാകുന്നത്. ഇതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ബൻസുരി സ്വരാജാണ്. സുഷമ സ്വരാജിൻ്റെ മകൾ എന്ന നിലയിൽ സുഷമ സ്വരാജിൻ്റെ നേരത്തെയുള്ള BJPക്ക് അകത്തുള്ള സ്വാധീനം വ്യക്തമാണ്. സ്വാഭാവികമായും അവർക്ക് ഒരു മന്ത്രിസ്ഥാനം നൽകും എന്ന് ഏറെക്കുറെ വ്യക്തമാണ്. ലതാ വാങ്ഡെ ഒരു മന്ത്രിസ്ഥാനം ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. 4,71,000 വോട്ടുകൾക്കാണ് സാഗർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ലതാ വാങ്ഡെ വിജയിച്ചത്. അതുപോലെ സാവിത്രി താക്കൂർ മധ്യപ്രദേശിലെ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ചത്. സാവിത്രി തൊട്ടടുത്ത കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ 2 ലക്ഷത്തിലധികം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയ സ്ഥാനാർത്ഥിയാണ്. ഒപ്പം ശിവരാജ് സിംഗ് ചൗഹാന് ഒരു പ്രധാനപ്പെട്ട വകുപ്പ് ഉണ്ടാകും എന്ന് ഏറെക്കുറെ വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ VD ശർമ്മ മധ്യപ്രദേശിൽ നിന്നുള്ള BJP അധ്യക്ഷനാണ്. മധ്യപ്രദേശ് തൂത്തുവാരിയ ഒരു സാഹചര്യത്തിൽ മധ്യപ്രദേശിന് വലിയ പ്രാധാന്യം ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടും എന്ന് വ്യക്തമാണ്. ബീഹാറിൽ നിന്നുള്ള നിത്യാനന്ദ റായും ജനാർദ്ദൻ സിംഗ് സിഗ്രിവാളും ആണ് ഈ പട്ടികയിൽ ഉള്ള പ്രമുഖർ. ജനാർദ്ദനൻ സിംഗ് സിഗ്രിവാൾ മഹാരാജ്ഗഞ്ച് ലോക്സഭയിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ച നേതാവാണ്. ലലൻ സിംഗ് ആണ് JDUവിൽ നിന്ന് തീർച്ചയായും മന്ത്രിപദത്തിലേക്ക് എത്തുന്ന മറ്റൊരാൾ. ജിതിൻ റാം മാഞ്ചിയെ സ്വാഭാവികമായി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തും. ജിതിൻ റാം മാഞ്ചി ഹിന്ദുസ്ഥാനി അവാം മോർച്ച നേതാവ് എന്ന നിലയിലും NDAയുടെ പ്രധാന ഘടകകക്ഷി എന്ന നിലയിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാണ്. ഗയാ മണ്ഡലത്തിൽ നിന്നാണ് ജിതിൻ റാം മാഞ്ചി വിജയിച്ചു കയറിയത്. ചിരാഗ് പാസ്വാൻ സ്വാഭാവികമായും മന്ത്രിസഭയിലെത്തും. ചിരാഗ് പാസ്വാൻ്റെ LJPക്ക് നൽകിയ എല്ലാ സീറ്റുകളിലും അവർ വിജയിച്ചു എന്നത് ഒരു നേട്ടമാകുന്നു. അതുപോലെ തന്നെ RLD നേതാവ് ജയന്ത് ചൗധരിയും ഈ മന്ത്രിസഭയിൽ ഉണ്ടാകും. മറ്റ് നിരവധി പുതുമുഖങ്ങൾക്കും അവസരങ്ങൾ ലഭിക്കും എന്നാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. सभी NDA के साथियों ने राष्ट्रपति जी को इसकी जानकारी दी और राष्ट्रपति जी ने मुझे अभी बुलाया था और मुझे प्रधानमंत्री चेन्नई വീണ്ടും മോർണിംഗ് വൈബ്സിലേക്ക്. ഇടുക്കിയുടെ കാഴ്ചകൾ പോലെ സഞ്ചാരികൾക്ക് പ്രിയങ്കരമാണ് തമിഴ്നാട് അതിർത്തി ഗ്രാമങ്ങളിലെ മുന്തിരിപ്പാടങ്ങൾ. എന്നാൽ ഇനി മുന്തിരി കാഴ്ചകൾ തേടി തമിഴ്നാട്ടിലേക്ക് പോകണ്ട, ഇടുക്കിയിലും മുന്തിരി വിളയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഉപ്പുതറ സ്വദേശിയായിട്ടുള്ള കുഞ്ഞുമോൻ. മകളുടെ വീട്ടിൽ പോയപ്പോൾ അയൽവാസി നൽകിയ മുന്തിരിയുടെ തണ്ട് കൗതുകത്തിനാണ് കുഞ്ഞുമോൻ നട്ടുപരിപാലിച്ചത്. ചെടി നന്നായി വളർന്നെങ്കിലും ആദ്യ വർഷം കായ്ഫലമുണ്ടായില്ല. പിന്നീട് അയൽവാസിയിൽ നിന്നുള്ള കാർഷിക അറിവാണ് സഹായകരമായത്.
സെപ്റ്റംബർ മാസങ്ങളിൽ ഇതിൻ്റെ തലയിൽ കംപ്ലീറ്റ് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഇത് നല്ല വിളവുകൾ തരത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ അന്ന് തന്നെ ഇതിൻ്റെ ശേഖരങ്ങളെല്ലാം കട്ട് ചെയ്യുകയും ഇലയെല്ലാം പറിച്ച് കളയുകയും ചെയ്തു. ഒരു 15 ദിവസം കഴിഞ്ഞപ്പോൾ ഇത് ചെറിയ മുകളങ്ങളുണ്ടായിട്ട് അതിൽ നിന്ന് പിന്നെ പൂ വിരിഞ്ഞ് കായ്ക്കാൻ തുടങ്ങി ഒരു 10-25-30 കൊല ഇതുണ്ടായി കഴിഞ്ഞ് ഇത് പിന്നെ ഇപ്പം ഈ സമയമായപ്പോഴത്തേനും ഇത് പഴുക്കാൻ തുടങ്ങി. ഞങ്ങളൊക്കെ പറിച്ച് തിന്നാൻ തുടങ്ങി. കുഞ്ഞുമോന് ഇത്തവണ മുന്തിരി നല്ല വിളവ് നൽകി. മുറ്റത്ത് പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ കുലച്ച് കായ്ച്ചു കിടക്കുന്നത് കാണാൻ നിരവധി പേർ എത്തുന്നുണ്ട്. കൃഷി വിജയകരമായതോടെ കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഈ കർഷകൻ. ന്യൂസ് 18 ഇടുക്കി. പച്ചക്കറി വില കുതിച്ചു വരികയാണ് ഇപ്പോൾ. എന്നാലും ഏതെടുത്താലും കിലോയ്ക്ക് 30 രൂപയാണ് പാലക്കാട്ടെ ഒരു വെജിറ്റബിൾ മാർക്കറ്റിൽ, SS മാർക്കറ്റ്. തക്കാളിക്കും ഉണ്ടമുളകിനുമൊക്കെ മാർക്കറ്റ് വിലയേക്കാൾ ഇവിടെ എത്രയോ വില കുറവാണ്. ശേഖരിപുരത്തെ പച്ചക്കറി മാർക്കറ്റിലെ കാഴ്ചകളിലേക്കാണ് വിനേഷ് കൊണ്ടുപോവുക. പച്ചക്കറി വില അനുദിനം കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. 1 കിലോ തക്കാളിക്ക് 80 മുതൽ 100 രൂപ വരെയാണ് ഇപ്പോൾ മാർക്കറ്റിൽ വിലയുള്ളത്. അതുപോലെ തന്നെ ഉണ്ടമുളകിനും വലിയ തോതിൽ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഉണ്ടമുളകിനാകട്ടെ 100 രൂപ മുതൽ 140 രൂപ വരെ വിലയുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പാലക്കാട് ശേഖരപുരത്തുള്ള ഒരു മാർക്കറ്റിലാണ്. ഇവിടെ പച്ചക്കറി ഏതെടുത്തു കഴിഞ്ഞാലും 30 രൂപയ്ക്ക് കിട്ടും. ഏറ്റവും സാധാരണക്കാരായ ആളുകൾക്ക് ഇവിടെ വരാം, 30 രൂപയ്ക്ക് പച്ചക്കറി മേടിക്കാം. അതിൽ ചില സാധനങ്ങൾക്ക് മാത്രമാണ് വലിയ തോതിൽ വിലയുള്ളത്. ഇന്നലെ വരെ ഇവിടെ തക്കാളിക്ക് 30 രൂപയായിരുന്നു. പക്ഷേ തക്കാളി വില അനുദിനം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. കാരണം 100 രൂപ വരെ തക്കാളിക്ക് ഇപ്പോൾ മാർക്കറ്റിൽ വിലയുള്ളത് കൊണ്ട് തന്നെ ഇവിടെ 50 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഉണ്ടമുളകിന് 140 രൂപ വരെ, 140-150 രൂപ വരെ വിലയുണ്ട്. പക്ഷേ ഇവിടെ 120 രൂപ ഒക്കെയാണ് ഉണ്ടമുളക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ സാധനങ്ങൾക്കെല്ലാം തന്നെ കിഴങ്ങിനായാലും സവാളയും ചെറിയുള്ളിക്കൊക്കെ അത്യാവശ്യം 50 രൂപ വരെ വിലയുണ്ട്. പക്ഷേ ഇവിടെ 30 രൂപയ്ക്ക് കിട്ടും. അതുപോലെ തന്നെ ബീട്രൂട്ട് ആണെങ്കിലും ക്യാരറ്റ് ആണെങ്കിലും മുരിങ്ങയാണെങ്കിലും പടവലമാണെങ്കിലും എല്ലാ സാധനങ്ങൾക്കും 30 രൂപയ്ക്ക് തന്നെയാണ് ഇവിടെ മാർക്കറ്റിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കച്ചവടക്കാരെത്തുന്നുണ്ട്. പക്ഷേ ഹോട്ടലുകൾക്കൊന്നും സാധാരണ ആളുകൾക്ക് കൊടുക്കുന്ന വിലയ്ക്കല്ല ഹോട്ടലുകൾക്ക് കൊടുക്കുന്നത്. കാരണം ഹോട്ടലുകളെല്ലാം വ്യാപാര സ്ഥാപനങ്ങളാണ്, കച്ചവട സ്ഥാപനങ്ങളാണ്. അതുകൊണ്ട് ഹോട്ടലുകൾക്ക് മറ്റൊരു വില. പക്ഷേ ഇവിടെ എത്തുന്ന സാധാരണ ആളുകൾക്ക് കൃത്യമായും എല്ലാ പച്ചക്കറി വളരെ കുറച്ച് സാധനങ്ങൾ ഒഴികെ, വലിയ വിലയുള്ളത് ഒഴികെ ബാക്കിയുള്ളതെല്ലാം തന്നെ 30 രൂപയ്ക്ക്. വലിയ വിലയുള്ളതാണെങ്കിൽ പോലും ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ തക്കാളിക്ക് മാർക്കറ്റിൽ 80 മുതൽ 50 രൂപ വരെ, 80 മുതൽ 100 രൂപ വരെ വിലയുണ്ട്. പക്ഷേ ഇവിടെ 50 രൂപയ്ക്ക് തന്നെ കൊടുക്കാൻ തയ്യാറാണ്. എന്തായാലും നമുക്കിപ്പോൾ ഈ പച്ചക്കറി മാർക്കറ്റിൽ അവരുമായിട്ട് സംസാരിക്കാം. നമുക്കൊന്ന് അവർ പറയുന്നുണ്ട് വിലയുടെ മറ്റു കാര്യങ്ങളൊക്കെ അവർ പറയും. എന്താണ് ഇങ്ങനെ ഈ വില ഇങ്ങനെ കുറച്ചു കൊടുക്കാൻ കാരണം എന്താണ്? പാവങ്ങളായിട്ടുള്ള വീട്ടമ്മമാർക്കും സാധാരണപ്പെട്ട കുടുംബക്കാർക്കും കിട്ടാൻ വേണ്ടിയിട്ട് പച്ചക്കറി, എല്ലാ പച്ചക്കറിയും കിലോ 30 രൂപ ഒരു ആവറേജ് ഇല്ല. അതായത് ഒരു കൂടയിൽ നമ്മൾ എടുത്തിട്ട് അതിൽ മൊത്തത്തിൽ എത്ര ആ വെയിറ്റാണ് നമ്മൾ കൊടുക്കാറുള്ളത്. ആ വെയിറ്റിനുള്ള പൈസ 5 കിലോയാണെങ്കിൽ 150, 10 കിലോയാണെങ്കിൽ 300. പിന്നെ ഈ ഭാഗത്ത് വെച്ചിട്ട് കൂടുതൽ വെച്ചിരിക്കുന്ന ഐറ്റങ്ങൾ അതാത് സാധനത്തിന് അതാത് വിലകളാണ്. അപ്പോൾ ഈ കാണുന്നതന്നെ നമ്മളവിടെ SS വെജിറ്റബിൾ വരുന്ന സാധനങ്ങളാണ്, അതാണ് വില കുറച്ച് കൊടുക്കുന്നത്. എത്ര കാലമായിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്? ഇവിടെ 1 വർഷത്തിലേറെയായി. പക്ഷേ ഇത് കച്ചവട പാരമ്പര്യം എന്നറിയില്ല. SS വെജിറ്റബിളും മേനാമുറിയിലുള്ള പത്തിരിപ്പാല മുണ്ടൂരൊക്കെ ഉണ്ടായതാണ്. ഇപ്പോൾ പത്തിരിപ്പാല മേനാമുറി ഇവിടെ പുത്തൂരും ശേഖരപുരം മാത്രമേ ഉള്ളൂ. ആളുകൾക്ക് മാത്രം, വീടുകളിലേക്കുള്ള പച്ചക്കറി മാത്രമേ കച്ചവടക്കാർക്ക് മറ്റേ വിശേഷം അതൊക്കെ ഹോൾസെയിൽ റേറ്റാണ്. അന്നാളത്തെ വിലയ്ക്ക് അന്നാൾ മാർക്കറ്റ് എത്രയാണോ ആ വിലയ്ക്കാണ് ഹോൾസെയിൽ. ഇവിടെ മറ്റ് സാധനങ്ങൾക്കൊക്കെ എത്ര മാർക്കറ്റ് ഉണ്ടെങ്കിലും 30 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഈ താഴെ കിടക്കുന്ന എല്ലാം അത് എത്രയാണെങ്കിലും ശരി വരുന്ന വീട്ടമ്മമാർക്ക് മാത്രമേ കൊടുക്കൂ. വീട്ടമ്മമാരില്ല, വീട്ടുകാർക്ക് മാത്രമേ കൊടുക്കൂ, സാധാരണക്കാർക്ക്. അല്ലാണ്ട് ഹോട്ടലുകാർക്ക് കച്ചവടക്കാർക്കൊന്നും ആ വിലയ്ക്ക് കൊടുക്കാറില്ല. അവർക്ക് പ്രത്യേക വില കുറയുന്നതായിട്ട് കുറച്ച് കൊടുക്കും, കൂടുണ്ടായിട്ടും കൂട്ടി കൊടുക്കും. പിന്നെ അതുപോലെ പച്ചക്കറി വാങ്ങാൻ പറ്റുന്നവർ ബാഗ് കൊണ്ടുവരണം, അല്ലെങ്കിൽ 10 രൂപ ബാഗ് നമ്മൾ സർവീസ് ചാർജ് ഈടാക്കണം. 10 രൂപ. ഒരു ദിവസം എത്ര രൂപയുടെ കച്ചവടം നടക്കും? അത് അങ്ങനെ ഒരു സുമാർ നമ്മൾ കണക്ക് വെക്കാറില്ല. കാരണം നമ്മുടെ തിരക്കുള്ള സമയത്തനുസരിച്ച് അങ്ങനെ കണക്കെടുക്കാൻ പറ്റാറില്ല. എന്നാലും ഒരു ആവറേജ് ഒക്കെ നമ്മൾ പറ്റാവുന്നത്ര എല്ലാവർക്കും സാധനം കൊടുക്കും. ഈ കാണുന്ന SS വെജിറ്റബിൾ വരുന്നത് 30 രൂപയും പുറത്ത് വാങ്ങുന്ന സാധനങ്ങൾ അതാത് വില നിശ്ചയിച്ചാണ് കൊടുക്കാറുള്ളത്. ഇത് ഓണർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, അത് പ്രകാരം തന്നെ പോകുന്നു. പച്ചക്കറിക്ക് പിന്നെ ബാഗ് നിർബന്ധമായി കൊണ്ടുവരണം, അല്ലെങ്കിൽ അതിനൊരു 10 രൂപ സർവീസ്.
എന്തായാലും നമുക്ക് പാലക്കാട്ടെ പച്ചക്കറി വില കുറവാണ് പൊതുവെ. അത് വെച്ചിട്ട് നമുക്ക് എന്തായാലും സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാൻ കഴിയില്ല. കാരണം തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലം കൂടിയാണ് പാലക്കാട്. അതുകൊണ്ട് പൊതുവെ നമ്മളിപ്പോൾ കൊച്ചിയിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു ജില്ല കൊല്ലത്തേക്കോ കോട്ടയത്തേക്കൊക്കെ പോകുമ്പോൾ ഇനിയും ഇതിന്റെ വാഹന ചെലവൊക്കെ വർദ്ധിച്ചു വരുന്ന ഒരു കാലത്ത് അതിന് എന്തായാലും അതിൻ്റെതായ വിലയുണ്ടാവും. എങ്കിൽ പോലും ഇവിടെ സാധാരണയുള്ള മാർക്കറ്റിൽ ലഭിക്കുന്നതിനേക്കാൾ ഒരു 10 രൂപയെങ്കിലും കുറച്ച് കിട്ടുക, അല്ലെങ്കിൽ 20 രൂപയെങ്കിലും പല സാധനങ്ങൾക്ക് അങ്ങനെ വില കുറച്ചു കൊടുക്കാൻ ഇവിടെ തയ്യാറാവുന്നു, ഈ മാർക്കറ്റിൽ തയ്യാറാവുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും ഏറ്റവും സാധാരണക്കാരായ ആളുകൾക്ക് വളരെ ഉപകരിക്കുന്നതാണ് ഇത്തരത്തിൽ ഏതെടുത്താലും എന്തെടുത്താലും 30 രൂപ എന്നുള്ള ഇവിടുത്തെ ആ അത് ഒരു വർഷമായിട്ട് തുടർന്നു പോവുകയാണ്. ഇനിയും അങ്ങനെ തുടർന്നു പോകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 പാലക്കാട്. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാകുമ്പോഴും പാലക്കാട് ഓങ്ങല്ലൂരിൽ വൻതോതിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുകയാണ്. ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ സംസ്കരിക്കാതെ പാതയോരങ്ങളിൽ കൂട്ടിയിടുന്നതാണ് ഈ ദുരിതത്തിന് കാരണമാകുന്നത്. പാലക്കാട് ഓങ്ങല്ലൂരിൽ വീടുകളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും പണം ഈടാക്കി ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ നിക്ഷേപിക്കേണ്ട MCMഫുകളുടെ അവസ്ഥയാണിത്. കൃത്യമായി നിക്ഷേപിക്കാത്തതുകൊണ്ട് മാലിന്യങ്ങൾ MCMഫുകൾക്ക് പുറത്തും പാതയോരത്തുമായി കുന്നുകൂടി കിടക്കുന്നു. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനം ഊർജിതമാക്കാൻ ചേർന്ന യോഗത്തിൽ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കണമെന്ന് ഉദ്യോഗസ്ഥർ നിർദ്ദേശവും നൽകിയിരുന്നു. ബോധവൽക്കരണം നൽകുന്നതിനൊപ്പം കുന്നുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ള നടപടി മാത്രം പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഹരിതകർമ്മസേനയുടെ വേസ്റ്റ് സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്ന ഭാഗമായിട്ട് നമ്മുടെ പഞ്ചായത്തിന്റെ എല്ലാ വാർഡുകളിലും മിനി MCFകൾ സ്ഥാപിച്ചിട്ടുണ്ട്. മിനി MCFകൾ കാര്യക്ഷമതമായി പ്രവർത്തിക്കുന്നില്ല. മുൻകാലങ്ങളിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ വേസ്റ്റുകളെല്ലാം നീക്കം ചെയ്തിരുന്നു MCFൽ നിന്ന്. അതിന്റെ കരാറുകാർ നിസ്സംഗത കാണിക്കുന്നത് മൂലം പല വീട്ടിലെ വേസ്റ്റുകളും ഇതിൽ ഉൾപ്പെടാത്ത പ്ലാസ്റ്റിക് അല്ലാത്ത മറ്റുള്ള കോഴി വേസ്റ്റ് എന്നിവ പോലും സാമൂഹ്യ വിരുദ്ധർ ഇതിന്റെ മറവിൽ മിനി MCFൽ കൊണ്ട് സ്ഥാപിക്കുകയും അതിന് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ബോർഡ് മീറ്റിംഗിലും മറ്റും എല്ലാ മെമ്പർമാരും പരമാവധി മെമ്പർമാർ ആ ആവശ്യം ഉന്നയിക്കുകയും ഞാനുൾപ്പെടെ ആവശ്യം ഉന്നയിക്കുകയും അതിന് വേണ്ടുന്ന നടപടിക്രമങ്ങൾ ഇതുവരെയും ചെയ്തിട്ടില്ല. ഇപ്പോൾ മഴക്കാലം ആയതോട് കൂടിയിട്ട് മഴ പെയ്യുമ്പോൾ ഇതിൽ മറ്റുള്ള വേസ്റ്റുകളൊക്കെ സ്ഥാപിക്കുകയാണ്. അതെല്ലാം റോഡിലേക്കും പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന പാടത്തിലും വെള്ളത്തിലേക്കും ഒക്കെ കലർന്നുകൊണ്ട് വളരെ ബുദ്ധിമുട്ടും ജനങ്ങൾക്ക് ഈ നമ്മുടെ പഞ്ചായത്തിൽ പ്രത്യേകിച്ച് മഞ്ഞപ്പിത്തം ജങ്കിപ്പനി എല്ലാം പടരുന്ന സാഹചര്യത്തിൽ ഇത്തരം വേസ്റ്റുകൾ ശുദ്ധജലത്തിൽ കലരുന്നത് മൂലം ആരോഗ്യപ്രദമായ പല കാരണങ്ങൾക്കും അത് ജനങ്ങൾക്ക് ഉപദ്രവകരമാകുന്ന ഒരു സംഭവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് വേണ്ടുന്ന നടപടികൾ ഭരണസമിതി പെട്ടെന്ന് എടുക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. മഴയിൽ മാലിന്യം ഒഴുകി ജലസ്രോതസ്സുകളിൽ എത്തുന്നതിനാൽ പകർച്ചവ്യാധി ആശങ്കയിലാണ് ഓങ്ങല്ലൂർ നിവാസികൾ. ഒരു 10 ദിവസം മുമ്പ് ഞാൻ നമ്മുടെ വാർഡ് മെമ്പറെ ശ്രദ്ധയിൽപ്പെടുത്തുണ്ടായി. മഞ്ഞളിങ്ങൽ നമ്മളെ പാടം ആ കയറുന്ന ഭാഗത്ത് ഹരിതകർമ്മസേനയുടെ ഉറകളും സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ആ സ്ഥലത്ത് പൂച്ച ചത്തു കിടക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അതുപോലെ തന്നെ അപ്പോളിസ്റ്ററി വർക്കിന്റെ വേസ്റ്റുകൾ ഇപ്പോൾ അത് സാമൂഹ്യ വിരുദ്ധരുടെ ഓരോ മദ്യക്കുപ്പികൾ പോലെയുള്ള എല്ലാ അവശിഷ്ടങ്ങളും നിക്ഷേപിക്കുന്ന ഒരു കേന്ദ്രമായി മാറുകയാണ്. പഞ്ചായത്തിലുടനീളം നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മളെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും DMO ഉൾപ്പെടെ നമ്മളെ സ്ക്രാപ്പിന്റെ ആളുകളെ വിളിച്ച് വലിയ ഒരു മീറ്റിംഗൊക്കെ നടത്തുകയുണ്ടായി. പക്ഷേ തീരുമാനങ്ങൾ കടലാസിൽ ഒതുങ്ങുക എന്നല്ലാതെ യാതൊരു വിധ നടപ്പിലാക്കുന്ന പരിപാടിയില്ല. അപ്പോൾ ശക്തമായി ഞങ്ങൾ ഈ തീരുമാനത്തിനോട് ഈ വാർത്ത കേട്ട് അധികൃതർ തീരുമാനത്തില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓങ്ങല്ലൂരിന്റെ വിവിധ ഇടങ്ങളിൽ മഞ്ഞപ്പിത്തവും ഡെങ്കിപ്പനിയും വ്യാപകമായി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് മാലിന്യം ഇത്തരത്തിൽ അലക്ഷ്യമായി കൂട്ടിയിടുന്നത്. മാലിന്യ സംസ്കരണത്തിലെ പഞ്ചായത്തിന്റെ അലംഭാവത്തിനെതിരെ കടുത്ത പ്രതിഷേധവും ഉയരുന്നുണ്ട്. ന്യൂസ് 18 ഓങ്ങല്ലൂർ. മൊബൈൽ ഫോണില്ലാതെ നമുക്ക് ആർക്കും ഇന്ന് ജീവിക്കാൻ കഴിയില്ല, അതൊരു സത്യമാണ്. ഇനി ഈ ഫോൺ ഇങ്ങനെ ഉപയോഗിച്ചാൽ നമ്മുടെ ആരോഗ്യത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ? അങ്ങനെയും ഒരു കാര്യമുണ്ട് എന്നാണ് ചില പഠനങ്ങൾ. വിരലുകളുടെ ആകൃതി വരെ മാറിയേക്കാമെന്നാണ് ലോകത്തെ വിവിധ മേഖലകളിലെ വിദഗ്ധർ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ് ഇന്ന് സ്മാർട്ട് ഫോണുകൾ. എന്നാൽ അമിതമായ സ്മാർട്ട് ഫോൺ ഉപയോഗം കൈവിരലുകളുടെ ഷേപ്പിൽ മാറ്റം വരുത്തുമെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. ഐഫോൺ ഫിംഗർ എന്നറിയപ്പെടുന്ന ഈ പ്രതിഭാസം നമ്മുടെ വിരലുകളെ ബാധിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ടിക്ടോക്കിൽ ഷെയർ ചെയ്ത TJ ഷോയുടെ മാർച്ച് മാസത്തിലെ എപ്പിസോഡിലാണ്
ഐഫോൺ ഫിംഗർ പ്രതിഭാസത്തെപ്പറ്റി വലിയ തോതിൽ ചർച്ച ചെയ്യുന്നത്. സ്മാർട്ട് ഫോണുകളുടെ ഭാരം നമ്മുടെ ചെറുവിരലുകൾ താങ്ങുന്നു എന്നും ഇത് വിരലുകളുടെ ആകൃതിയിൽ വ്യത്യാസമുണ്ടാക്കുന്നു എന്നുമാണ് ഷോയിൽ ചിലർ അഭിപ്രായപ്പെട്ടത്. ഒരു ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റായ ആൻഡ്രൂ ബ്രാക്കൻ ഈ പ്രതിഭാസത്തെപ്പറ്റി വിശദമായ വിശകലനം നടത്തിയിരുന്നു. ഐഫോൺ ഫിംഗർ എന്നത് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഔദ്യോഗികമായി ഈ രോഗം സ്ഥിരീകരിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ സ്മാർട്ട് ഫോൺ ഉപയോഗം മറ്റ് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ക്യൂബിറ്റൽ ടണൽ സിൻഡ്രോം, കാർപ്പൽ ടണൽ സിൻഡ്രോം എന്നിവ അമിതമായ സ്മാർട്ട് ഫോൺ ഉപയോഗം കാരണം ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. അമിതമായ സ്മാർട്ട് ഫോൺ ഉപയോഗം വ്യക്തികളുടെ ആരോഗ്യത്തിൽ സാരമായ വെല്ലുവിളികൾ സൃഷ്ടിക്കുമെന്നും ബ്രാക്കൻ പറയുന്നു. ഇടവേളകളില്ലാത്ത സ്മാർട്ട് ഫോൺ ഉപയോഗം കൈക്കും വിരലുകൾക്കും മരവിപ്പും വേദനയും ഉണ്ടാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിരന്തരമായ സ്മാർട്ട് ഫോൺ ഉപയോഗം സന്ധികളുടെ ആരോഗ്യത്തെ ബാധിക്കുമെന്ന് ഓർത്തോപീഡിക് സർജനായ ഡോക്ടർ പീറ്റർ ഇവാൻസ് പറഞ്ഞു. ദി ന്യൂയോർക്ക് പോസ്റ്റിനോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ക്ലിനോഡാക്ടിലി പോലുള്ള ജനിതക പ്രശ്നങ്ങളെപ്പറ്റിയും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ചെറുവിരലിന്റെ അറ്റം മോതിരവിരലിനോട് അടുത്ത് വളഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ് ഇത്. എന്നാൽ ഇവയ്ക്ക് സ്മാർട്ട് ഫോൺ ഉപയോഗവുമായി നേരിട്ട് ബന്ധമില്ലെന്നും വിദഗ്ധർ പറഞ്ഞു. അതേസമയം ഐഫോൺ ഫിംഗർ പ്രതിഭാസത്തെ ചെറുക്കാൻ ചില വഴികൾ നിർദ്ദേശിച്ച വിദഗ്ധർ രംഗത്തെത്തുകയും ചെയ്തു. ചെറുവിരലിന് മേലുള്ള ഭാരം കുറയ്ക്കാൻ പോപ്പ് സോക്കറ്റുകൾ ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന് ചിലർ പറയുന്നു. ഒപ്പം ഫോൺ ഉപയോഗം കുറയ്ക്കുന്നതാണ് ഇതിനൊരു മികച്ച പരിഹാരമെന്ന് മറ്റു ചിലർ നിർദ്ദേശിച്ചു. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ അത് അടുത്തിടെ UK സൂക്ഷിച്ചിരുന്ന 100 മെട്രിക് ടൺ സ്വർണം റിസർവ് ബാങ്ക് ഇന്ത്യയിലേക്ക് മാറ്റി എന്നുള്ള വാർത്തയായിരുന്നു. ഇതോടെ രാജ്യത്തെ റിസർവ് ബാങ്കിന്റെ സ്വർണ്ണ ശേഖരം 408 മെട്രിക് ടണ്ണിലേറെയായി. ഇനിയും ഇത്ര തന്നെ സ്വർണം ഇപ്പോഴും വിദേശത്താണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് കൗതുകരം. എന്തിനാണ് ഇങ്ങനെ സ്വർണം രാജ്യത്തിന് പുറത്ത് സൂക്ഷിക്കുന്നത് എന്ന് നോക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ UK സൂക്ഷിച്ചിരുന്ന 100 മെട്രിക് ടൺ സ്വർണം ഈ അടുത്താണ് ഇന്ത്യയിലേക്ക് മാറ്റിയത്. 1991 ശേഷം ഇതാദ്യമായാണ് ഇങ്ങനെയൊരു നീക്കം ഇന്ത്യ നടത്തുന്നത്. 2024 മാർച്ച് വരെയുള്ള കണക്കുകൾ പ്രകാരം റിസർവ് ബാങ്കിന്റെ മൊത്തം സ്വർണശേഖരം 822.10 മെട്രിക് ടണ്ണാണ്. ഇതിന്റെ വലിയൊരു ഭാഗം വിദേശത്താണ് സൂക്ഷിച്ചിരിക്കുന്നത്. മറ്റു രാജ്യങ്ങളെപ്പോലെ ഇന്ത്യക്കും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ ഓഹരിയുണ്ട്. 100 മെട്രിക് ടൺ ഇന്ത്യയിലേക്ക് മാറ്റിയതോടെ ഇപ്പോൾ രാജ്യത്ത് സംഭരിച്ചിരിക്കുന്ന സ്വർണം 408 മെട്രിക് ടണ്ണിലധികം ആയിട്ടുണ്ട്. ഏകദേശം അത്രയും തന്നെ സ്വർണം വിദേശത്തും സൂക്ഷിച്ചിട്ടുണ്ട്. ഈ വ്യാഴാഴ്ച പുറത്തിറക്കിയ റിസർവ് ബാങ്കിന്റെ വാർഷിക റിപ്പോർട്ട് അനുസരിച്ച് 308 മെട്രിക് ടണ്ണിലധികം സ്വർണം ഇന്ത്യയിൽ നോട്ടുകളുടെ ബാക്കിംഗായി കരുതിയിട്ടുണ്ട്. അതേസമയം 100.28 ടൺ പ്രാദേശികമായി ബാങ്കിംഗ് വകുപ്പിന്റെ ആസ്തിയായി കൈവശം വെച്ചിട്ടുണ്ട്. മൊത്തം സ്വർണശേഖരത്തിൽ 413.79 മെട്രിക് ടൺ വിദേശത്താണ് സൂക്ഷിച്ചിരിക്കുന്നത്. 1991 വിദേശ നാണ്യ പ്രതിസന്ധിയുടെ സമയത്ത് $405 മില്യൺ വായ്പ ലഭിക്കുന്നതിനായി ഇന്ത്യ തങ്ങളുടെ സ്വർണശേഖരത്തിന്റെ ഒരു ഭാഗം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന് പണയമായി കൊടുത്തിരുന്നു. 1991 നവംബറോടെ വായ്പ തിരിച്ചടച്ചെങ്കിലും RBI സ്വർണം UK സൂക്ഷിക്കാൻ തീരുമാനിച്ചു. വിദേശത്ത് സൂക്ഷിച്ചിരിക്കുന്ന സ്വർണം വ്യാപാരം നടത്താനും കൈമാറ്റം ചെയ്യാനും വരുമാനം നേടാനും എളുപ്പത്തിൽ ഉപയോഗിക്കാം എന്നതിനാലാണ് ഇങ്ങനെ ചെയ്തത്. RBI രാജ്യാന്തര വിപണികളിൽ നിന്ന് സ്വർണം വാങ്ങുകയും അത് വിദേശത്ത് സംഭരിക്കുകയും ചെയ്യുന്നത് ഈ ഇടപാടുകൾ സുഗമമാക്കുന്നു. അന്താരാഷ്ട്ര തലത്തിൽ സ്വർണം ഇങ്ങനെ സംഭരിക്കുന്നതിന് അതിന്റേതായ പ്രശ്നങ്ങളുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയുടെ ആസ്തികൾ മരവിപ്പിച്ചത് ഇത്തരത്തിലുള്ള ആശങ്കകൾ വർദ്ധിപ്പിച്ചിരുന്നു. UK നിന്ന് സ്വർണം ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ഒരു കാരണവും ഇതാകാം. സ്വർണ്ണ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ പോലുള്ള നിക്ഷേപ ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡ് കണക്കിലെടുത്ത് പ്രാദേശിക സ്വർണ്ണവില നിയന്ത്രിക്കാൻ RBIക്ക് ആഭ്യന്തരമായി കൈവശം വെച്ചിരിക്കുന്ന സ്വർണം ഉപയോഗിക്കാം. സ്വർണശേഖരം രാജ്യത്തിനകത്ത് തന്നെ നിലനിൽക്കുകയും ചെയ്യും. റിസർവ് ബാങ്ക് സ്വർണം വാങ്ങുന്ന തോത് വർദ്ധിപ്പിച്ചിരിക്കുന്നു.
2024 ആദ്യ 4 മാസങ്ങളിൽ മാത്രം RBI കഴിഞ്ഞ വർഷം വാങ്ങിയതിനേക്കാൾ 1.5 മടങ്ങ് സ്വർണം കൂടുതൽ വാങ്ങിയിരുന്നു. ആഗോളതലത്തിൽ സെൻട്രൽ ബാങ്കുകൾക്കിടയിൽ ഡോളറിലുള്ള വിശ്വാസ്യത കുറഞ്ഞതാണ് കേന്ദ്ര ബാങ്കുകൾ ഇങ്ങനെ സ്വർണം വാങ്ങിക്കൂട്ടുന്നത് കാരണമായി പറയുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 794.63 ടണ്ണിൽ നിന്ന് 27.47 ടൺ സ്വർണമാണ് റിസർവ് ബാങ്ക് തങ്ങളുടെ ശേഖരത്തിലേക്ക് ചേർത്തത്. വിദേശ നാണ്യ ശേഖരം വൈവിധ്യവൽക്കരിക്കുന്നതിനും പണപ്പെരുപ്പം തുടങ്ങിയവയ്ക്കെതിരെ ഒരു പ്രതിരോധമായിട്ടുമാണ് ഈ പുതിയ നീക്കം. വിദേശ വിപണിയിൽ നിലനിൽക്കുന്ന അസ്ഥിരതകൾ കണക്കിലെടുത്താണ് ആഭ്യന്തരമായും അന്തർദേശീയമായും സ്വർണശേഖരം കൈവശം വയ്ക്കാനും കൈകാര്യം ചെയ്യാനുമുള്ള RBIയുടെ ഈ നീക്കമെന്ന് പറയപ്പെടുന്നു. UK-യിൽ നിന്ന് അടുത്തിടെ സ്വർണം തിരികെ എടുത്തത് സ്വർണ ആസ്തികൾ സംരക്ഷിക്കുന്നതിനുള്ള RBIയുടെ സമീപനത്തിന്റെ ഭാഗമാണ്. ഇക്കഴിഞ്ഞ ജൂൺ 4-ന് ഇന്ത്യ ഉറ്റുനോക്കിയ ഫലങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ആകർഷിച്ച ചിലതുണ്ട്. അവയിൽ 2 എണ്ണമാണ് റായ്ബറേലിയിലെയും അമേഠിയിലെയും ഫലങ്ങൾ. റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി ജയിച്ചു. അമേഠിയിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയെ തോൽപ്പിച്ചത് കിഷോരിലാൽ ശർമ്മ എന്ന ഗാന്ധി കുടുംബത്തിന്റെ എക്കാലത്തെയും വിശ്വസ്തനായിരുന്നു. ഇതേപോലെ ഒരു ഫലം 2019 തെരഞ്ഞെടുപ്പിലുമുണ്ടായിരുന്നു. മധ്യപ്രദേശിലെ ഗുണയിൽ ജ്യോതിരാദിത്യ സിന്ധ്യയെ തോൽപ്പിച്ച കൃഷ്ണപാൽ. ഈ 2 വിജയങ്ങളുടെയും ചരിത്രം പറയുകയാണ് ER രാഗേഷ്. റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി, അമേഠിയിൽ പ്രിയങ്ക ഗാന്ധി. ഏവരും പ്രതീക്ഷിച്ചത് ഇങ്ങനെയൊരു സ്ഥാനാർത്ഥി പ്രഖ്യാപനമായിരുന്നു. UPPCC ഹൈക്കമാൻഡിന് സമർപ്പിച്ചതും ഈ 2 പേരുകൾ. BJP സ്ഥാനാർത്ഥി സ്മൃതി ഇറാനിയും പ്രതീക്ഷിച്ചിരുന്നു ഗാന്ധി കുടുംബത്തിൽ നിന്നൊരു സ്ഥാനാർത്ഥിയെ. ആര് വേണമെങ്കിലും വരട്ടെ, അവർ തോൽക്കുമെന്നായിരുന്നു സ്മൃതി ഇറാനിയുടെ വാക്കുകൾ. പക്ഷെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോൾ രാഹുൽ റായ്ബറേലിയിൽ സ്ഥാനാർത്ഥിയായെങ്കിലും അമേഠിയിൽ വന്നത് ഒരു പുതുമുഖമായിരുന്നു, കിഷോരിലാൽ ശർമ്മ. കഴിഞ്ഞ 3 പതിറ്റാണ്ടിലധികമായി കോൺഗ്രസിൽ. റായ്ബറേലിയിലും അമേഠിയിലും സുപരിചിത മുഖം. 2 മണ്ഡലങ്ങളുടെയും മുക്കും മൂലയും KL ശർമ്മയ്ക്ക് അറിയാം. ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തൻ. സോണിയാഗാന്ധി MP ആയിരിക്കുമ്പോൾ മണ്ഡലത്തിന്റെ മേൽനോട്ടം KL ശർമ്മയ്ക്കായിരുന്നു. KL ശർമ്മയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ പരിഹാസമായിരുന്നു പല BJP നേതാക്കൾക്കും. സ്മൃതി ഇറാനിയെ നേരിടാൻ സോണിയാഗാന്ധി പ്യൂണിനെ അയച്ചു എന്നായിരുന്നു BJP നേതാവ് ദിനേശ് പ്രതാപ് സിംഗിന്റെ പരാമർശം. വിമർശനം കടുത്തതോടെ താൻ കോൺഗ്രസ് പ്രവർത്തകനാണെന്നും പാർട്ടി ശമ്പളം നൽകുന്നവരുടെ പട്ടികയിൽ ഇല്ലെന്നും പറയേണ്ടി വന്നു കിഷോരിലാലിന്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ BJP വില കുറച്ചു കണ്ട KL ശർമ്മ ജയിച്ചു കയറിയിരിക്കുകയാണ്, അതും വമ്പൻ ഭൂരിപക്ഷത്തിൽ. 1,67,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് കിഷോരിലാൽ ശർമ്മയുടെ വിജയം. ഇതുപോലൊരു അനുഭവം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തും ഉണ്ടായിരുന്നു. മധ്യപ്രദേശിലെ ഗുണയിൽ കോൺഗ്രസ് പ്രവർത്തകനും അന്ന് കോൺഗ്രസ് നേതാവും ഇപ്പോൾ കേന്ദ്രമന്ത്രിയുമായ ജ്യോതിരാദിത്യ സിന്ധ്യയുടെ അടുത്ത അനുയായിയായിരുന്നു കൃഷ്ണപാൽ സിംഗ് യാദവ്. പക്ഷേ 2018 നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കൃഷ്ണപാൽ സിംഗ് പാർട്ടി വിട്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരിഗണിക്കാത്തതായിരുന്നു കാരണം. പാർട്ടി വിട്ട കൃഷ്ണപാൽ BJPയിൽ ചേർന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗുണയിൽ സ്ഥാനാർത്ഥിയായി. കൃഷ്ണപാൽ വന്നതോടെ മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും സിന്ധ്യയുടെ വൻ വിജയം പ്രവചിച്ചു. BSP സ്ഥാനാർത്ഥി പത്രിക പിൻവലിച്ച് സിന്ധ്യയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. അതിനിടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു ഫോട്ടോ പ്രചരിച്ചു. സിന്ധ്യയ്ക്കൊപ്പം സെൽഫി എടുക്കുന്ന കൃഷ്ണപാൽ. ആ പഴയ സെൽഫി പങ്കുവച്ച് സിന്ധ്യയുടെ ഭാര്യ പ്രിയദർശിനി രാജെ ഇങ്ങനെ കുറിച്ചു: ഒരിക്കൽ മഹാരാജാവിനൊപ്പം സെൽഫി എടുക്കാൻ ക്യൂ നിന്നവനാണ് BJPയുടെ നോമിനി. പക്ഷെ വോട്ട് എണ്ണിയപ്പോൾ ഏവരെയും ഞെട്ടിച്ച് കൃഷ്ണപാൽ വിജയിച്ചു. 1.25 ലക്ഷത്തിന്റെ വ്യക്തമായ ഭൂരിപക്ഷത്തിൽ. അന്ന് സ്വന്തം കോട്ടയിലെ തോൽവി സിന്ധ്യയ്ക്കുണ്ടാക്കിയ ആഘാതം വളരെ വലുതായിരുന്നു. 2019 അമിത ആത്മവിശ്വാസത്താൽ സിന്ധ്യയാണ് തോൽവി അറിഞ്ഞതെങ്കിൽ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ച് പിടിച്ചെടുത്ത അമേഠിയിലാണ് സ്മൃതി ഇറാനിക്ക് തവണ അടിതെറ്റിയത്. ഇനി ഈ തെരഞ്ഞെടുപ്പ് സമയത്ത്, തെരഞ്ഞെടുപ്പിന് മുമ്പൊക്കെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ചർച്ചയായ പേരുകളൊന്നാണ് ധ്രുവ് റാഠി.
ആരായിരുന്നു ധ്രുവ് റാഠി? ഇന്ത്യ മുന്നണിയുടെ ഒരുപക്ഷെ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി അത്രമാത്രം കരുത്തോടുകൂടി സോഷ്യൽ മീഡിയയിൽ ഒരു ഇൻഫ്ലുവൻസറായി പരിഗണിക്കപ്പെട്ടിരുന്ന ധ്രുവ് റാഠിയാണ്. നരേന്ദ്രമോദിയെ വിമർശിച്ചും NDA സർക്കാരിന് വലിയ വെല്ലുവിളി ഉയർത്തിയും ഒരുപാട് വീഡിയോകൾ ധ്രുവ് റാഠി പോസ്റ്റ് ചെയ്തു. അത് ലോകം മുഴുവൻ ചർച്ച ചെയ്യുകയും ചെയ്തു. അങ്ങനെ ധ്രുവ് റാഠിയെ ഏറ്റവും ഒടുവിൽ ചില മാധ്യമപ്രവർത്തകർ പോലും വിശേഷിപ്പിച്ചത് ഏറ്റവും വലിയ സംഭവം സമീപകാലത്ത് ഇന്ത്യ കണ്ടതിൽ എന്നാണ്. ധ്രുവ് റാഠിയെ പറ്റി കാണാൻ ആരാണ് ഒരു നേതാവ്? വളരെ ലളിതമായി പറഞ്ഞാൽ ഒരു സമൂഹത്തിലോ ജനതയിലോ സ്വാധീനം ചെലുത്താൻ കഴിയുന്നവരെ നമുക്ക് നേതാവെന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ നാം ഇന്നറിയുന്ന പലരും നേതാക്കളല്ല എന്നല്ലേ നിങ്ങളിപ്പോൾ ചിന്തിച്ചത്? എന്നാലിതാ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിൽ ജനാധിപത്യം ഏറ്റവും ശക്തമായി നിലനിൽക്കാൻ നിർഭയനായി ഉലയൂതിയ ഒരു ചെറുപ്പക്കാരനെക്കുറിച്ചാണ്. ആദ്യം പറഞ്ഞതാണ് നേതാവിൻ്റെ നിർവചനമെങ്കിൽ അക്ഷരം തെറ്റാതെ നേതാവെന്ന് വിളിക്കാൻ കഴിയുന്നൊരു ജനനേതാവ്. അതെ, അങ്ങനെയൊരാൾ നമ്മുടെ രാജ്യത്തുണ്ട്. നാം പോലും അറിയാതെ നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ച ആ നേതാവിൻ്റെ പേര് ധ്രുവ് റാഠി എന്നാണ്. ഈ നാടിൻ്റെ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന ധ്രുവ് റാഠി എന്ന യുവാവിൻ്റെ ജീവിതകഥ ഈ അവസരത്തിൽ നമ്മൾ അറിഞ്ഞേ മതിയാകും. ആരാണ് ധ്രുവ് റാഠി എന്ന് ആദ്യമേ പറയാം. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും നേതാവോ അനുഭാവിയോ പ്രവർത്തകനോ അല്ല ധ്രുവ്. എന്നാൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞതും BJPക്ക് തനിച്ച് ഭൂരിപക്ഷം ലഭിക്കാതെ പോയതും ധ്രുവ് റാഠി എന്ന ഈ യുവാവിൻ്റെ കൂടി നിലപാടുകളുടെയും ധീരതയുടെയും ഫലമായാണ്. 400 സീറ്റ് ലക്ഷ്യമിട്ട് മോദി സർക്കാരും BJPയും ബ്രഹ്മാണ്ഡ പ്രചാരണം നടത്തുമ്പോൾ സംരക്ഷിക്കപ്പെടണമെന്ന് നിർഭയനായി വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. ശബ്ദമില്ലാത്തവൻ്റെ മാത്രമല്ല, ഭയത്താൽ നാവ് കെട്ടപ്പെട്ടവൻ്റെ കൂടി ശബ്ദമായി മാറുകയായിരുന്നു ഈ ചെറുപ്പക്കാരൻ. രാജ്യം ഏകാധിപത്യത്തിലേക്ക് വളരെ വേഗം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ധ്രുവ് റാഠി വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെയും BJPയുടെയും അജണ്ടകൾ സംബന്ധിച്ച ആശങ്കകൾ പങ്കുവച്ചു. ഇന്ന് പ്രതിപക്ഷത്തെ ഒരു നേതാവിനും കഴിയാത്ത നിലയിൽ ജനങ്ങളോട് ഹൃദയം കൊണ്ട് സംവദിച്ചു. തങ്ങളുടെ നാവിലും തലച്ചോറിലും വീണ കെട്ടുകൾ പൊട്ടിച്ചെറിയാൻ ഇന്ത്യൻ യുവതയെ ഈ ചെറുപ്പക്കാരൻ നിരന്തരം പ്രചോദിപ്പിച്ചുകൊണ്ടേയിരുന്നു. ആരാണ് ഈ ധ്രുവ് റാഠി? പൂർണ്ണമായും ഇന്ത്യൻ യുവത്വത്തിന് അന്യനല്ല ഈ യുവാവ്. കാരണം സൈബർ ലോകത്ത് BJPക്കും കേന്ദ്ര സർക്കാരിനുമെതിരായ നിലപാടുകൾ ഉറക്കെ പറഞ്ഞാണ് ധ്രുവ് റാഠി താരമായത്. 1994 ഒക്ടോബർ 8 ഹരിയാനയിലെ ഒരു ഹിന്ദു ജാട്ട് കുടുംബത്തിലാണ് ധ്രുവ് റാഠി ജനിച്ചത്. അച്ഛൻ ഒരു ബിസിനസ്സുകാരനും അമ്മ അധ്യാപികയുമാണ്. റാഠിക്ക് ഒരു ഇളയ സഹോദരനുമുണ്ട്. ഹരിയാനയിൽ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ധ്രുവ് ഡൽഹി സർവകലാശാലയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിലും പൊളിറ്റിക്കൽ സയൻസിലും ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട്. ജർമ്മനിയിലെ കാൾസ്റൂ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ മാസ്റ്റർ ഓഫ് സയൻസ് ബിരുദവും നേടി. 2015 മുതൽ 2017 വരെയായിരുന്നു ഇയാളുടെ ജർമ്മനിയിലെ പഠനകാലം. ഇതിനിടെ ധ്രുവ് റാഠി ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലായി, ജർമ്മൻ യുവതിയായ ജൂലി. 2018 ഡേറ്റിംഗ് ആരംഭിച്ച ഇവർ 2020 വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ജർമ്മനിയിലേക്ക് ഉപരിപഠനത്തിന് പോകും മുമ്പ് തന്നെ ധ്രുവ് റാഠി തൻ്റെ യൂട്യൂബ് ചാനൽ ആരംഭിച്ചിരുന്നു. 2013 മുതൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്തു തുടങ്ങി. ഏതൊരു സാധാരണ യൂട്യൂബറെയും പോലെ ധ്രുവ് റാഠിയുടെയും 2 വർഷം കടന്നുപോയി. 2013 യൂട്യൂബിലേക്ക് വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ ആദ്യകാല വീഡിയോകൾ കൂടുതലും ട്രാവൽ വ്ളോഗുകളായിരുന്നു. എന്നാൽ താമസിക്കാതെ അദ്ദേഹം സാമൂഹികവും രാഷ്ട്രീയവുമായ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി. ആഴത്തിലുള്ള ഗവേഷണത്തിനും ആകർഷകമായ അവതരണ ശൈലിക്കും പേരുകേട്ടതാണ് ധ്രുവ് റാഠിയുടെ വീഡിയോകൾ. 2022 മുഹമ്മദ് പരാമർശ വിവാദം, 2022 തന്നെ മോർബി പാലം തകർച്ച, 2019 പുൽവാമ ആക്രമണം, 2023 മണിപ്പൂർ ആക്രമണം എന്നിവ ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ അദ്ദേഹം തൻ്റെ വീഡിയോകളിൽ ഉൾപ്പെടുത്തിയിരുന്നു. ജർമ്മനിയിലെത്തി ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും നേർചിത്രം മനസ്സിലാക്കിയതോടെയാണ് ഇന്ത്യൻ സമൂഹം എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് ധ്രുവ് റാഠി തിരിച്ചറിഞ്ഞത്. ഇതോടെ ഇന്ത്യൻ സർക്കാരിനെതിരെ വീഡിയോകൾ ചെയ്യാൻ ആരംഭിച്ചു. ധ്രുവ് റാഠി 2016 ആദ്യമായി സർക്കാർ നിലപാടിനെതിരെ വീഡിയോ ചെയ്തു തുടങ്ങിയത്. 2024 ഫെബ്രുവരി മുതൽ ഏറ്റവും ഒടുവിൽ 2024 ജൂൺ 3 വരെ ചെയ്ത വീഡിയോകളിൽ ഭൂരിപക്ഷവും BJPയുടെയും മോദിയുടെയും നിലപാടുകൾക്കെതിരെ ആയിരുന്നു. ഏകാധിപത്യം ഉറപ്പിച്ചോ എന്ന പേരിൽ ധ്രുവ് ചെയ്ത വീഡിയോ കണ്ടത് കോടിക്കണക്കിന് ആളുകളാണ്. അന്താരാഷ്ട്ര തലത്തിലുൾപ്പെടെ അത് ചർച്ചയാവുകയും ചെയ്തു. പൊതു തെരഞ്ഞെടുപ്പ് പ്രഹസനമായി മാറാതിരിക്കാൻ ജനങ്ങൾ ശരിയായ തീരുമാനമെടുക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന വീഡിയോ 2 മാസം മുമ്പാണ് പുറത്തു വന്നത്. BJPയുടെ IT സെൽ പുറത്തുവിടുന്ന നുണകൾ, EVM തട്ടിപ്പ്,
യോഗി ആദിത്യനാഥും യാഥാർത്ഥ്യങ്ങളും, മോദി ഭരണത്തിൻ്റെ ദുരിതങ്ങൾ തുടങ്ങിയ വീഡിയോകളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ വൻ ഹിറ്റാവുകയായിരുന്നു. മണിപ്പൂരിലെ വർഗീയ കലാപത്തെക്കുറിച്ചുൾപ്പെടെയുള്ള ഇദ്ദേഹത്തിൻ്റെ വീഡിയോകളും ശ്രദ്ധേയമായിരുന്നു. ഇന്ത്യ മുന്നണിയുടെ പ്രചാരണത്തിന് കരുത്ത് പകരാൻ ധ്രുവിൻ്റെ വീഡിയോകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. പൊതു തെരഞ്ഞെടുപ്പ് ഒരു പ്രഹസനമായി മാറാതിരിക്കാൻ ഇന്ത്യൻ പൗരന്മാർ ശരിയായ തീരുമാനമെടുക്കാൻ ആഹ്വാനം ചെയ്ത വീഡിയോ അടക്കം നിരവധി വീഡിയോകൾ ഇന്ത്യൻ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ വിവിധ ഭാഷകളിലായി പൊതുജനങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചു. 400 സീറ്റുകൾ ലക്ഷ്യമിട്ടിറങ്ങിയ നരേന്ദ്രമോദിയുടെയും സംഘത്തിൻ്റെയും ജനപ്രീതി ഇടിയുന്നതിന് ധ്രുവ് റാഠിയുടെ വീഡിയോകൾ വഹിച്ച പങ്ക് വലുതാണ്. സങ്കീർണമായ വിഷയങ്ങൾ പോലും സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ ഈ യുവാവിന് അസാധ്യ കഴിവുണ്ട്. അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ ദശലക്ഷക്കണക്കിന് ആളുകൾ കാണുകയും വിവിധ വിഷയങ്ങളിൽ പൊതുജനാഭിപ്രായം രൂപപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്തു. ഇന്ത്യൻ സർക്കാരിനെയും അതിൻ്റെ നയങ്ങളെയും ഇദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. ഇത് ചില വിവാദങ്ങൾക്കും കാരണമായിട്ടുണ്ട്. എന്നാലും അദ്ദേഹം ഇന്ത്യൻ സമൂഹത്തിൽ ജനപ്രിയനും സ്വാധീനമുള്ള വ്യക്തിയുമായി മാറുകയായിരുന്നു. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 99 സീറ്റുകൾ നേടി കോൺഗ്രസ് നില മെച്ചപ്പെടുത്തിയതിനും BJPക്ക് തനിച്ച് ഭൂരിപക്ഷം ലഭിക്കാതെ പോയതിനും ധ്രുവ് റാഠിയുടെ വീഡിയോകളും വലിയ പങ്ക് വഹിച്ചു എന്ന് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ ധ്രുവ് പ്രതികരിച്ചിരുന്നു. സാധാരണക്കാരൻ്റെ അധികാരത്തെ വില കുറച്ച് കാണരുത് എന്നായിരുന്നു അദ്ദേഹം എക്സിൽ കുറിച്ചത്. ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യം മാറാൻ ഉലയൂതുക വഴി മോശമല്ലാത്ത വരുമാനവും ധ്രുവ് റാഠി നേടി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന യൂട്യൂബർമാരിൽ ഒരാളാണ് ധ്രുവ് റാഠി. യൂട്യൂബിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിമാസ വരുമാനം $10,000 $20,000 ഇടയിലാണ്. അതായത് 8,30,000 രൂപ മുതൽ 16.5 ലക്ഷം ഇന്ത്യൻ രൂപയ്ക്ക് സമം. യൂട്യൂബിൽ നിന്നുള്ള ധ്രുവ് റാഠിയുടെ വാർഷിക വരുമാനം കേട്ടാൽ കണ്ണു തള്ളരുത്. 1 കോടി രൂപയ്ക്കും 2 കോടി രൂപയ്ക്കും ഇടയിലാണത്. ഈ വരുമാനത്തിന് പുറമെ സ്പോൺസർഷിപ്പുകളിൽ നിന്നും ബ്രാൻഡ് ഡീലുകളിൽ നിന്നും ധ്രുവ് റാഠി പണം സമ്പാദിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മൊത്തം വാർഷിക വരുമാനം $2,50,000 $5 ലക്ഷം ഇടയിലാണത്രേ. അതായത് 2 കോടി മുതൽ 4 കോടിയിലേറെ രൂപ വരെയാണ് ഈ ചെറുപ്പക്കാരൻ്റെ വാർഷിക വരുമാനം. അതുകൊണ്ട് തന്നെ ഇനിയും നമ്മുടെ നാട്ടിൽ ധ്രുവ് റാഠിമാർ വീണ്ടും ഉയർന്നു വന്നേക്കാം എന്ന് സാരം. ഓക്കെ, ഇനി മറ്റു വാർത്തയിലേക്ക് പോയാൽ സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയുണ്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കേരള തീരത്തെ ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുണ്ട് എന്നുള്ളതാണ് മുന്നറിയിപ്പ്. പുലർച്ചെ കനത്ത മഴയാണ് തിരുവനന്തപുരത്ത് ഉണ്ടായത്. ഐഷത്തുൽ ഷംന ചേരുന്നു വിവരങ്ങളുമായി. ഐഷത്തുൽ ഷംന, ഈ മഴ വീണ്ടും കനക്കുകയാണ്. ഇന്നലെ മുന്നറിയിപ്പുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇന്നലെ അത്ര മഴ പ്രകടമായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെയൊക്കെ നന്നായി മഴ പെയ്യുന്നു, പ്രത്യേകിച്ചും ഈ തെക്കൻ ജില്ലകളിൽ തോന്നുന്നു. ഏതൊക്കെ പ്രദേശങ്ങളാണ് കൂടുതലും മഴ മുന്നറിയിപ്പുകൾ സജീവമായുള്ളത്? എൽദോ, ഇന്ന് 4 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. ഒപ്പം 6 ജില്ലകളിൽ യെല്ലോ അലേർട്ടുമുണ്ട്. എന്നാലും കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇപ്പോൾ അതിശക്തമായ മഴ മുന്നറിയിപ്പുള്ളത്. ഒപ്പം ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലേർട്ടും ഉണ്ട്. ഇത്തരത്തിൽ കേരളത്തിൽ വരും ദിവസങ്ങളിൽ സംസ്ഥാനമാകെ പരക്കെ മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. നമുക്കറിയാം, കാലവർഷം ഇത്തവണ കനക്കും, കൂടുതൽ മഴ ലഭിക്കുമെന്ന തരത്തിലൊക്കെ നേരത്തെ തന്നെ മുന്നറിയിപ്പ് ലഭിച്ചിരുന്നു. എന്നാൽ ഇടയ്ക്ക് വെച്ചിട്ട് മഴയുടെ ശക്തി കുറഞ്ഞിരുന്നു. എന്നാൽ വീണ്ടും അത്തരത്തിൽ മഴ ശക്തി പ്രാപിച്ചു വരുമെന്ന് തന്നെയാണ് ഇപ്പോൾ മുന്നറിയിപ്പുള്ളത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയുണ്ടാകും, ഇടിമിന്നലോടുകൂടി മഴയുണ്ടാകും എന്ന തരത്തിലൊക്കെ മുന്നറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, എന്താണെങ്കിലും സംസ്ഥാനത്ത് ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട്, ഓറഞ്ച് അലർട്ട് ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പലയിടങ്ങളിലും നന്നായി മഴ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ മഴയെ കരുതിക്കൂടി ഇരിക്കുക. മഴയാത്രകളൊക്കെ പരമാവധി ഒഴിവാക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. എന്താണെങ്കിലും ഈ ദിവസങ്ങളിൽ മഴയുടെ സാധ്യത തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് സ്കൂളുകൾക്കൊക്കെ അവധിയായതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ പ്രശ്നമുണ്ടാകുകയില്ല. ഐഷത്തുൽ ഷംനിയാണ് വിവരങ്ങൾ പങ്കുവച്ചത് ന്യൂസ് ഡെസ്കിൽ നിന്ന്. അപ്പോൾ ഈ മഴ വാർത്തയോടുകൂടി മോർണിംഗ് വൈബ്സിൻ്റെ സമയം പൂർത്തിയാവുകയാണ്. വീണ്ടും നാളെ കാണാം. നമസ്കാരം.